എഡിറ്റേഴ്സ് അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ ഹൈക്കോടതിയിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നാളെ എറണാകുളം ജില്ലയിൽ ഹർത്താൽ. പ്രതിഷേധം മതം മാറിയ പെൺകുട്ടിയെ വീട്ടുകാർക്കൊപ്പം വിട്ട ഉത്തരവിൽ. കശാപ്പിനായി കാലുകളെ വിൽക്കുന്നത് നിരോധിച്ച വിഷയത്തിൽ പ്രതിഷേധത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് പിണറായി വിജയൻ. യോജിച്ചു നീങ്ങണമെന്നാവശ്യപ്പെട്ട് എല്ലാ മുഖ്യമന്ത്രിമാർക്കും കത്തയച്ചു. നിയന്ത്രണത്തിനെതിരായ ഹർജിയിൽ ഹൈക്കോടതി കേന്ദ്രത്തിന്റെ വിശദീകരണം തേടി. ഇ.പി. ജയരാജനെതിരായ ബന്ധു നിയമന കേസ് നിലനിൽക്കില്ലെന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ. കേസ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരില്ല. ഫോൺ കണി വിവാദത്തിൽ എ.കെ. ശശീന്ദ്രനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി തിരുവനന്തപുരം CJM കോടതി സ്വമേധയാ കേസെടുത്തു. സ്വാഭാവിക നടപടിയെന്ന് ശശീന്ദ്രൻ. മൂന്നാറിൽ അനുമതിയില്ലാതെ പുതിയ കെട്ടിടങ്ങൾ പാടില്ലെന്ന് ഹരിത ട്രിബ്യൂണൽ. കെട്ടിട നിർമ്മാണത്തിന് റവന്യൂ വകുപ്പിന്റെ അനുമതി നിർബന്ധമാക്കി. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയും വേണം. ഏലമലക്കാടുകളിൽ അനുമതിയില്ലാതെ മരം മുറി പാടില്ല. കാലവർഷത്തിന്റെ വരവറിയിച്ച് സംസ്ഥാനത്തുടനീളം മഴ. നാളെ മുതൽ ശക്തമായ മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഇക്കുറി മഴയിൽ കുറവുണ്ടാകില്ലെന്നും പ്രവചനം. ഹൈക്കോടതിയിലേക്ക് മുസ്ലിം ഐക്യവേദി നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വൈക്കം സ്വദേശിനി ഹാദിയെ വിവാഹം ചെയ്തത് റദ്ദാക്കിയ കോടതി നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. വൈക്കം സ്വദേശിനി അഖില എന്ന ഹാദിയെ മാതാപിതാക്കളോടൊപ്പം പറഞ്ഞയച്ച ഹൈക്കോടതി നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മുസ്ലിം ഏകോപന സമിതി പ്രകടനം സംഘടിപ്പിച്ചത്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിന് മുന്നിൽ വെച്ച് പ്രകടനം പോലീസ് തടഞ്ഞു. ഇതേ തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡ് തകർത്ത് മുന്നേറാൻ ശ്രമിച്ചു. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഹാദിയയ്ക്ക് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ട് സമരവുമായി മുന്നോട്ട് നീങ്ങാനാണ് മുസ്ലിം ഏകോപന സമിതിയുടെ തീരുമാനം. റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ ശ്രീ ഷഫിൻ ജഹാൻ, ഹാദിയയുടെ ഭർത്താവ്, ശ്രീ കെ മുഹമ്മദ് അലി, അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാവാണ്, രാഹുൽ ഈശ്വർ, വലതുപക്ഷ രാഷ്ട്രീയ നിരീക്ഷകൻ, അഡ്വക്കേറ്റ് ആശ, അഭിഭാഷക, ശ്രീ ഫക്രുദ്ദീൻ അലി, സാമൂഹ്യ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ കെ മുഹമ്മദ് അലി. കോടതി വിധികൾ എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നില്ല. രണ്ട് കക്ഷികളുള്ള കേസിൽ ഒരു കക്ഷിക്ക് എന്തായാലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇവിടെ ഹാദിയയുടെ കേസിൽ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടില്ല എന്ന ന്യായമായ സംശയം ആ വിധി വായിക്കുന്ന പലർക്കും തോന്നുകയും ചെയ്യും. പക്ഷേ അതിനുള്ള പരിഹാരം നിയമപരമാണല്ലോ. അങ്ങനെ നിയമപരമായ വഴി തേടാതെ ഉത്തരവ് പുറപ്പെടുവിച്ച കോടതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത് എന്ത് കീഴ്വഴക്കമാണ്? അതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ നാട്ടിൽ കലാപമുണ്ടാക്കുക എന്നുള്ളതാണോ നിങ്ങളുടെ ലക്ഷ്യം? മുഹമ്മദ് അലി, താങ്കളോടാണ് ചോദ്യം. കേൾക്കുന്നില്ല. അഭിലാഷ്, കോടതി വിധി എല്ലാവർക്കും അംഗീകരിക്കണമെന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. ഒരു ഭാഗം ഒരു പക്ഷേ വിജയിക്കാം, മറ്റൊരു ഭാഗത്തിന് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ കോടതി വിധി ഒന്നാകേണ്ടതുണ്ട്. രാജ്യത്തിലെ ഭരണഘടനയുടെയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ നിയമവാഴ്ചയുടെയും അടിസ്ഥാനത്തിലുള്ള കോടതി വിധിയാകണം ആരും അംഗീകരിക്കേണ്ടത്. ഇവിടെ ഈ കോടതി വിധി പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്ന പല യാഥാർത്ഥ്യങ്ങളുമുണ്ട്. അത് ഒരു രാജ്യത്തിലെ ഒരു പൗരനാവട്ടെ പൗരയാവട്ടെ അവരുടെ പൗരാവകാശ സ്വാതന്ത്ര്യത്തെ തീർത്തും ഹനിച്ചുകൊണ്ട് വളരെ അതൊരു വ്യക്തിയുടെ പ്രശ്നമാണല്ലോ, അതൊരു വ്യക്തിയുടെ മൗലികാവകാശത്തിന്റെ പ്രശ്നമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിന് ലീഗൽ റെമഡി ഉണ്ടല്ലോ. അതൊരു സാമുദായിക പ്രശ്നമാക്കി വളർത്തുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരിക്കലും സാമുദായിക പ്രശ്നമായിട്ട് ഇത് മുസ്ലിം ഏകോപന സമിതി ഇതിനെ കണ്ടിട്ടില്ല. മുസ്ലിം ഏകോപന സമിതി ഒരു പൗരന്റെ പൗരാവകാശത്തെ കോടതി ഇവിടുത്തെ ഭരണഘടനയെയും അതുപോലെ തന്നെ നിയമവാഴ്ചയും ലംഘിച്ചുകൊണ്ട് ഒരു വിധി പ്രഖ്യാപിച്ചതിനെ ഇവിടുത്തെ പൗരബോധമുള്ള
ഇവിടുത്തെ മുസ്ലിം ഏകോപന സമിതി അതിനെ പ്രതികരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. താങ്കളുടെ വാദത്തിൽ തന്നെ വൈരുദ്ധ്യമുണ്ട്. നിയമവാഴ്ചയെ കോടതിക്ക് ധിക്കരിക്കാനാകില്ല. കോടതി വിധിയോട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കോടതി വിധി സ്വീകാര്യമല്ല എങ്കിൽ അത് നിയമപരമായി ഏത് പൗരനും ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശം അനുസരിച്ച്, നീതിന്യായ വ്യവസ്ഥ നൽകുന്ന അവകാശം അനുസരിച്ച് ചലഞ്ച് ചെയ്യാവുന്നതാണ്. അങ്ങനെ വലിയ നിയമപരമായ കാര്യങ്ങൾ മുൻപിലിരിക്കെ എൻ്റെ ചോദ്യം വളരെ ലളിതമാണ്. എന്തിന് ഹൈക്കോടതിയിലേക്ക് തള്ളിക്കയറണം? എന്തിനൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കണം? മുസ്ലിം ഐക്യവേദി എന്നാണ് ഈ സംഘടനയുടെ പേര്. ആരാണ് ഈ മുസ്ലിം ഐക്യവേദിയിലുള്ളത്? ഏതെങ്കിലും പ്രമുഖരായ മുസ്ലിം സംഘടനയുണ്ടോ? മുസ്ലിം ലീഗ് ഉണ്ടോ? ഏതെങ്കിലും വിഭാഗം സുന്നികളുണ്ടോ? മുജാഹിദുകൾ? ഞാൻ യഥാർത്ഥത്തിൽ മുസ്ലിം ഐക്യവേദിയുടെ സംഘടനകളുടെ എണ്ണം പറയുന്നതിന് മുമ്പ് ഞാൻ ഒന്നും കൂടെ സൂചിപ്പിക്കട്ടെ. വളരെ വ്യക്തമായി പറയുന്നു, ഈ ഹാദിയ കേസ് തുടങ്ങുന്നത് 2016 ജനുവരി ആണ്. ജനുവരി 2016, ഏകദേശം 1.5 വർഷക്കാലം മുമ്പ് നിയമ പോരാട്ടങ്ങൾ നടത്തി ആദ്യമായി ഹൈക്കോടതി ജസ്റ്റിസ് റഹീമിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ കുട്ടിയെ സ്വതന്ത്രമായി വിടുകയാണ്. അങ്ങനെ സ്വതന്ത്രമായി വിട്ട കുട്ടിയെ വീണ്ടും ഏകദേശം 4 മാസങ്ങൾക്ക് ശേഷം ഇതൊക്കെ ഈ കേസിന്റെ ചരിത്രം ശ്രീ മുഹമ്മദ്, ഞാൻ ചോദിക്കുന്ന ചോദ്യം താങ്കളുടെ മനസ്സിലാകാത്തതല്ലോ. ഞാൻ ഈ കേസിന്റെ മെറിറ്റിലേക്ക് പിന്നെ കിടക്കാം. ഇപ്പോൾ എന്റെ ചോദ്യം വളരെ ലളിതമാണ്. മുസ്ലിം ഐക്യവേദി എന്ന പേരിൽ വലിയൊരു ജനക്കൂട്ടം ഹൈക്കോടതിയിലേക്ക് നീങ്ങുകയും ബാരിക്കേഡുകൾ മറച്ചിട്ട് അങ്ങോട്ട് തള്ളിക്കയറാൻ ശ്രമിക്കുകയും പോലീസിന്റെ നടപടി ക്ഷണിച്ചു വരുത്തുകയും നാളെ എറണാകുളം ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വരികയും ഒക്കെ ചെയ്ത സാഹചര്യം എന്തിന്, ആർക്കു വേണ്ടി ഉണ്ടാക്കുന്നു? ഇതിലെ ലക്ഷ്യം എന്താണ്? ഇത് ഒരു വ്യക്തിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടും മതം മാറ്റവുമായി ബന്ധപ്പെട്ടും ഉള്ള വിഷയമാണ്. അത് വ്യക്തിപരമായ നിലയിൽ ആ വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി നിവർത്തിക്കേണ്ട ഒരു കാര്യമാണെന്നിരിക്കെ ഇതിനെ ഒരു സാമുദായിക വിഷയമാക്കുന്നത് എന്തിന്? സാമുദായിക വിഷയമാക്കിയിട്ടില്ല അഭിലാഷ്. സാമുദായിക വിഷയമാക്കിയിട്ടില്ലെങ്കിൽ എന്തിനാണ് മുസ്ലിം ഐക്യവേദി മാർച്ച് നടത്തുകയും മുസ്ലിം ഐക്യവേദി ഹർത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്? മുഴുവനിപ്പിക്കാനുള്ള മുഴുവനിപ്പിക്കാനുള്ള സമയം തരണം അഭിലാഷ്. നിങ്ങൾ പറഞ്ഞത് നിയമപരമായി അതിനെ നേരിട്ടുകൂടെ എന്നാണ് ചോദ്യം. നിയമപരമായി നേരിടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 1 വർഷക്കാലം നിയമപരമായി ഹൈക്കോടതിയിൽ നീണ്ടുനിന്ന ഒരു നിയമയുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ നിയമമാണ് ഈ അവസാനമായി വിചിത്രമായ ഒരു വിധിയിലേക്ക് പോയിട്ടുള്ളത്. ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമല്ല, ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ പല ഹിയറിങ്ങുകൾ ഉണ്ടാകും, അതിൽ വിധി വരും. നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാമല്ലോ. നിങ്ങൾക്കല്ല, ഈ കേസിലെ അഫക്റ്റഡ് പാർട്ടിയാണോ ആരാണോ അവർക്ക് അപ്പീൽ പോകാം. അവരുടെ അവകാശങ്ങൾ നിയമപരമായി നേടാനുള്ള എല്ലാ അവകാശവുമുണ്ട്. ഇപ്പോൾ വിധിയിൽ അഭിപ്രായ വ്യത്യാസമുള്ളവരൊക്കെ കോടതിയിലേക്ക് മാർച്ച് നടത്താനും ഹർത്താൽ നടത്താനും പോയാൽ എന്താകും ഈ നാടിൻ്റെ അവസ്ഥ? ഒരു വിധിയോട് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ കോടതിയിലേക്ക് തള്ളിക്കയറുകയാണോ ചെയ്യുക? പൗരന്മാരുടെ ഭരണഘടനാപരമായ അവകാശത്തെ ഒരു നിയമവാഴ്ചയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ നിയമത്തെ ധിക്കരിച്ചുകൊണ്ട് ഒരു ജസ്റ്റിസ് ഭരണഘടന വിരുദ്ധമായ പ്രഖ്യാപനം നടത്തുമ്പോൾ അത് രാജ്യത്തിലെ പൗരബോധം ഉയർത്തുന്നതിന്റെ ഭാഗമായി മുസ്ലിങ്ങളെന്നല്ല എല്ലാ പൗരന്മാരും അതിനെ വളരെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പൗരബോധത്തിൽ ഇക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പൗരന്മാർക്ക് അക്കാര്യത്തിൽ അഭിപ്രായം രേഖപ്പെടുത്താം. ഞാൻ ചോദിക്കുന്നത് ഈ കേസിലെ വിധിയോട് വിയോജിപ്പുണ്ടെങ്കിൽ നിയമപരമായ എല്ലാ മാർഗങ്ങളും സ്വീകരിക്കാം എന്നിരിക്കെ അതിനുള്ള മഹാമനസ്കത ഇന്ത്യൻ ജുഡീഷ്യറിക്കുണ്ട്. ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് അങ്ങനെ പല തട്ടുകളിലായി പൗരനെ സംബന്ധിച്ച് നീതി ഉറപ്പാക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇവിടെ ഹൈക്കോടതിയിൽ ഒരു കേസ് ഇങ്ങനെ ഒരു വിധി വന്നു എന്നുള്ളതിൻ്റെ പ്രതികരണം എന്ന് പറയുന്നത് ആളുകളെ സംഘടിപ്പിച്ച് ഹൈക്കോടതിയിലേക്ക് തള്ളിക്കയറലാണോ? അങ്ങനെയാണെങ്കിൽ കേസ് തോൽക്കുന്ന എല്ലാവരും ഇങ്ങനെ സാമുദായികമായി സംഘടിക്കാൻ തുടങ്ങിയാൽ, ഒരു മുസ്ലിം കേസ് തോറ്റാൽ, ഒരു ഹിന്ദു കേസ് തോറ്റാൽ, ഒരു ക്രിസ്ത്യൻ കേസ് തോറ്റാൽ സാമുദായികമായി സംഘടിക്കാൻ തുടങ്ങിയാൽ, തെരുവിൽ ഇറങ്ങാൻ തുടങ്ങിയാൽ, എന്നിട്ട് ഹൈക്കോടതിയിലേക്ക് തള്ളിക്കയറാൻ തുടങ്ങിയാൽ, പിറ്റേന്ന് ഹർത്താൽ നടത്താൻ തുടങ്ങിയാൽ, പിന്നെ ഇവിടെ എന്തിനാണ് നിയമവാഴ്ച? എന്തിനാണ് നിയമവ്യവസ്ഥിതി? നിങ്ങൾ അങ്ങനെ ഒരു ലോലെസ് സ്റ്റേറ്റിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? അതിന് ഉത്തരം പറയൂ. അത് തന്നെയാണ് അഭിലാഷ് ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിലെ നിയമവാഴ്ച നടത്തേണ്ട ഒരു സ്ഥാപനം, നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥാപനം, അത് ലംഘിക്കപ്പെടുകയും രാജ്യത്ത് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ കോടതിയല്ലല്ലോ നിയമവിരുദ്ധമായ പ്രവർത്തനം നടത്തുക. കോടതി വിധിയോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം.
ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ, നിയമപരമായ മാർഗങ്ങളുണ്ട്. കോടതി വിധിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. കോടതി നിയമപരമായി അല്ലാതെ പ്രവർത്തിക്കുന്നത് എങ്ങനെ ആക്ഷേപിക്കാൻ കഴിയും? അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും ഇല്ല. എന്തിനാണ് കോടതിയിലേക്ക് മാർച്ച് നടത്തുന്നത്? കോടതി വിധിക്കെതിരെ ഹർത്താൽ നടത്തി കോടതി വിധിക്കെതിരെ ഹർത്താൽ നടത്തി കോടതി വിധിയുടെ സ്വഭാവം മാറ്റാം എന്നൊന്നും നിങ്ങൾ കരുതുന്നുണ്ടാകില്ലല്ലോ. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്ത ആളുകളാണോ SDPI-ക്കാർ? അല്ല. അപ്പോ ഹർത്താൽ നടത്തിയതുകൊണ്ട് കോടതി വിധി മാറില്ല എന്നറിയാം. ഹർത്താൽ നടത്തിയതുകൊണ്ട് കോടതി വിധിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ലെന്നറിയാം. ഹൈക്കോടതിയിലേക്ക് മാർച്ച് നടത്തിയാൽ കോടതി വിധി മാറില്ല എന്നറിയാം. എന്നിട്ടും അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകുമല്ലോ, കൃത്യമായ സാമുദായിക ലക്ഷ്യങ്ങൾ ഉണ്ടാകുമല്ലോ. ഇങ്ങനെ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ കേരളത്തിൽ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമമാണിത്. ഈ ചർച്ചയെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇല്ല, നിങ്ങൾ ചെയ്ത കാര്യത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരു പൗരന് ഭരണഘടന നൽകുന്ന അവകാശങ്ങളിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിർവഹിക്കപ്പെടുന്ന കാര്യത്തിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സംവിധാനമുള്ള രാജ്യമാണല്ലോ ഇന്ത്യ. അത് തിരുത്താനുള്ള സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഇരിക്കെ നിങ്ങൾ ആളുകളെ സംഘടിപ്പിച്ച് ഇവിടെ ക്രമസമാധാനം തന്നെ തകർത്തുകൊണ്ട് ഇതാ വലിയ അനീതി നടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയണം. ഇതിപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി വന്ന കോടതി വിധിയൊന്നുമില്ലല്ലോ. എല്ലാ കോടതി വിധിയും അന്തിമമാകണമെന്നൊന്നുമില്ല. ആ കോടതി വിധിയെ ചലഞ്ച് ചെയ്യാമെന്നിരിക്കെ ഇതിനെ ഒരു സാമുദായിക വിഷയമാക്കി മാറ്റാനുള്ള ദുഷ്ടലാക്ക് നിങ്ങൾ കാണിക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടില്ലേ? സ്വാഭാവികമായും. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തിൽ എല്ലാ മുസ്ലിം സംഘടനകൾക്കും നിലപാട് വേണ്ടേ? മുസ്ലിം ലീഗല്ലേ ഈ രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം പാർട്ടി, അവർക്ക് ഇതിൽ നിലപാട് വേണ്ടേ? AP വിഭാഗം സുന്നികൾക്ക് ഇക്കാര്യത്തിൽ അനുഭവം വേണ്ടേ? ഒന്നുമില്ലല്ലോ. ഇതെങ്ങനെയാണ് SDPI-യുടെ മാത്രം വിഷയമാകുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം ഐക്യവേദി എന്നുള്ള പേര് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടിന്റെ ബാനറിൽ സമരം ചെയ്യാമല്ലോ. 2012 വർഷക്കാലം മുമ്പ് അഭിലാഷ്, ഞാൻ ഇന്ന് ആ സമരത്തിൽ പങ്കെടുത്ത ആളാണ്. ആ സമരത്തിൽ പങ്കെടുത്തൊരു വ്യക്തി കൂടിയാണ് ഞാൻ വ്യക്തമായി പറയുന്നു. 12 വർഷക്കാലം മുമ്പ് എറണാകുളത്ത് പെരുമ്പാവൂരില് രൂപീകൃതമായ മുസ്ലിം ഏകോപന സമിതി അതൊരിക്കലും SDPI-യുടേത് മാത്രമല്ല, അതൊരിക്കലും പോപ്പുലർ ഫ്രണ്ട് മാത്രമല്ല, അതിൽ മുസ്ലിം സംഘടനകളുണ്ട്. അതിന്റെ ചെയർമാൻ ഇന്ന് അത് ഉദ്ഘാടനം ചെയ്തപ്പോൾ ആമുഖ പ്രഭാഷണം നടത്തിയത് കാഞ്ഞാർ മൂസ മൗലവിയാണ്. അതൊരിക്കലും പോപ്പുലർ ഫ്രണ്ടിന്റെ ലീഡറല്ല, അതൊരിക്കലും SDPI-കാരനല്ല. രണ്ടാർക്കാർ മീരാൻ മൗലിയാർ, അദ്ദേഹം അവിടെ നജ്നത്തുൽ സംഘടനയുടെ ആളാണ്. ഇത്തരം ആളുകളൊക്കെ ഉള്ള മുസ്ലിം സംഘടനകൾക്ക് എന്താ ഈ രാജ്യത്തിലെ പൗരന്മാരുടെ പൗരാവകാശം ഹനിക്കപ്പെടുമ്പോൾ ശ്രീ ഫക്രുദ്ദീൻ അലി, ഇന്നിപ്പോ എറണാകുളത്ത് നടന്നിട്ടുള്ള സംഭവ വികാസം, ഈ ഹാദിയ വിഷയത്തിൽ നടക്കുന്ന ക്യാമ്പയിൻ, നാളത്തെ ഹർത്താൽ, ഇതൊക്കെ പൗരാവകാശ പ്രചോദിതമായി നടക്കുന്നതാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അഭിലാഷൻ, ഞാൻ അങ്ങനെ കരുതുന്നില്ല. അതിൻ്റെ പിന്നിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത്. ഇവിടെ പൗരാവകാശത്തിൻ്റെ പേരിൽ കോടതിയോട് നമ്മൾ ഇങ്ങനെയാണോ സമീപിക്കേണ്ടത്? അപ്പം നമുക്കറിയാം, ലവ് ജിഹാദ് വിഷയത്തിൽ കുറച്ച് കാലം മുമ്പേ കേരളത്തിലെ മുസ്ലിം യുവാക്കൾ ഹിന്ദു പെൺകുട്ടികളെയും ക്രിസ്ത്യൻ പെൺകുട്ടികളെയും മയക്കിയെടുത്ത് ലവ് ജിഹാദ് വഴി വിദേശത്തേക്ക് കടത്തുന്നു പറഞ്ഞ ഒരു തരത്തിലുള്ള പ്രചാരണം ഹിന്ദു ഐക്യവേദി മറ്റും അയച്ചുവിട്ടിരുന്നു. അതൊരു കോടതി വിധി അവർക്ക് അനുകൂലമായി വന്ന മറ്റൊരു കോടതി വിധിയാണ്. അങ്ങനെ ഒരു സംഭവമല്ല, ആ അന്വേഷണം അവിടെ അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞത്. സത്യത്തിൽ അവിടെ ഈ മതത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നമ്മൾ കോടതിയെ കാണുക, മുസ്ലിംസിനെ അവിടെ രക്ഷിച്ചതാരാ? ഇനി നോക്കിട്ടെ, ഗോഡ്സേനെ ശിക്ഷിച്ചതായ മുസ്ലിംസ് ആണോ? അപ്പോൾ കോടതിക്ക് നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ അഭിലാഷം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അഭിലാഷിന് സംസാരിക്കാൻ പറ്റുന്നത്, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്. എന്നെ മുമ്പേ സംസാരിച്ച SDPI-യുടെ നേതാവാണെന്ന് തോന്നുന്നു, അദ്ദേഹവും സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഫ്രെയിം വർക്കിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവും. താൽക്കാലികമായി ചിലപ്പോൾ വീഴ്ചകൾ പറ്റാത്ത മനുഷ്യന്മാരാണ്, വീഴ്ചകൾ പറ്റാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ അതിന് തിരുത്താനുള്ള സംവിധാനമുണ്ട്. ആ സംവിധാനത്തെ സമീപിക്കാതെ ഈ രീതിയിലേക്ക് തെരുവിലേക്ക് കൊണ്ടുവന്ന് ശുദ്ധ വിഡ്ഢിത്തരമാണ്. ഇസ്ലാം സമാധാനത്തെ പറ്റി പറയുന്ന, സ്നേഹത്തെ പറ്റി പറയുന്ന ലോകത്തെ ഏറ്റവും മഹത്തായ മതങ്ങളിലൊന്നാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം ഭീകരവാദികളുടെ മതമായി ചിത്രീകരിക്കപ്പെടുന്നത്? ഇങ്ങനെ കുറേ വിവരം കെട്ട ആളുകൾ അതും ഇതുമെല്ലാം കൂടി തെരുവിലിറങ്ങി അവിടെ ഇവിടെ ബോംബ് പൊട്ടുകയും ചെയ്യും. ഇതിൻ്റെയൊക്കെ പാപഭാരം ഈ മഹത്തായ മതത്തിന് മേലാണ് വന്നു പതിക്കുന്നത്. അതുപോലെയുള്ള ഒരു വിഡ്ഢിത്തമാണിത്. ഇത് ആത്യന്തികമായിട്ട് നമ്മളറിയാലോ, ഇപ്പോഴത്തെ പുതിയ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ആസൂത്രിതമായി കേരളത്തെ കലാപം അയച്ചുവിടാനുള്ള നമ്മുടെ മലപ്പുറത്ത് ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ച ശ്രമം ഉൾപ്പെടെയുള്ള ശ്രമങ്ങളെ പൊളിച്ചുകൊണ്ട് അതൊരു സ്വാമിക്ക് നേരിട്ട ദുരനുഭവം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള ഹിന്ദുത്വവാദികൾ ആകപ്പാടെ ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്നലെ ഒരു സംഘടന കണ്ണൂർ പച്ചയ്ക്ക് പട്ടാപ്പകൽ പശുവിനെ വെട്ടി ഇന്നത്തെ ഈ സംഭവം. സത്യത്തിൽ ഇവിടെയുള്ള മതേതര സമൂഹം, ആ മതേതര സമൂഹവും ജനാധിപത്യ സമൂഹം ശക്തമായി നിൽക്കുന്നതുകൊണ്ടാണല്ലോ മുസ്ലിംസിനും എല്ലാം ഈ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ഷഫീൻ ജഹാൻ, താങ്കളുടെ
ഭാര്യയെ അവരുടെ മാതാപിതാക്കൾക്കൊപ്പം അയക്കാൻ കോടതി ഉത്തരവിട്ടത് ഈ വിവാഹം കൃത്രിമമായി നടന്നതാണ് എന്ന ബോധ്യം കോടതിക്കുള്ളത് കൊണ്ടാണ്. കോടതിക്ക് അതിനുള്ള ന്യായങ്ങളുമുണ്ട്. കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല ഇത് ഒരു ജനുവിനായ വിവാഹമാണ് എന്നുള്ളത്. ശരി, ഇങ്ങനൊരു ഉത്തരവുണ്ടായി. ഇനി ഇതിന് മുകളിൽ കോടതികളുണ്ടല്ലോ. അവിടെ നിങ്ങളുടെ വിവാഹം സംബന്ധിച്ചൊരു ലീഗൽ ഫൈറ്റിന് പോകുന്നതിന് പകരം പൊളിറ്റിക്കൽ ഫൈറ്റിന് പോകേണ്ട കാര്യമുണ്ടോ? പ്രധാനമായും എൻ്റെ വിവാഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിലുണ്ടായ ഒരു സംഗതിയല്ല. കാരണം ഓഗസ്റ്റ് മാസത്തിൽ ആദ്യത്തിൽ തന്നെ waytonikah.com എന്ന മാട്രിമോണിയൽ സൈറ്റിൽ ഇത്തരമൊരു പെൺകുട്ടിയെക്കുറിച്ചുള്ളൊരു പ്രൊഫൈൽ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മാതാപിതാക്കൾ ഞാനുൾപ്പെടെ ഈ പെൺകുട്ടിയുമായി സംസാരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടിയുമായി സംസാരിച്ചു. പിന്നീട് ഇങ്ങനൊരു പ്രപ്പോസൽ ഉണ്ടെന്ന് അറിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വെക്കേഷൻ എനിക്ക് നവംബർ 22 മസ്കറ്റിൽ നിന്നും ഞാൻ നാട്ടിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഒരാഴ്ചയ്ക്ക് ശേഷം നവംബർ 30 എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ സഹോദരിക്കുമൊപ്പം ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോയി. പെൺകുട്ടി നിലവിൽ കോടതി നിർദ്ദേശപ്രകാരം നിൽക്കുന്ന വീട്ടിലേക്ക് പോയി പെൺകുട്ടിയെ പെണ്ണ് കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ മഹലിൽ രണ്ടുപേരുടെ മഹലിൽ, എൻ്റെ മഹലായ ചാത്തനാംകുളം ജുമാ മസ്ജിദിൻ്റെ മഹലിലും പെൺകുട്ടി വീട് നിലനിൽക്കുന്ന മഹലിൽ പുത്തൂർ ജുമാ മസ്ജിദിൻ്റെ മഹലിലും പോയിട്ട് ഇത്തരത്തിലുള്ള ലെറ്റർ കൈമാറുകയാണ് ചെയ്തത്. ആദ്യം അത് വിവാഹത്തിന് 1.5 ആഴ്ച മുന്നേ ഞങ്ങൾ ഈ മഹലുമായി ഈ പ്രോസസ്സിന് ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു ഇത്തരത്തിൽ ഞങ്ങൾക്ക് ഇത്തരം ഒരു ആലോചനയുണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, തരണമെന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു. മാസങ്ങൾക്ക് മുൻപ് ഈ പെൺകുട്ടിയുടെ പിതാവ് ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഹർജി കൊടുത്തിട്ടുണ്ട്. ആ ഹർജിയിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ആശങ്ക തൻ്റെ മകളെ വിദേശത്തേക്ക്, ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് വിവാഹം വഴി കടത്തും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കേസ് കോടതിയിൽ ഇരിക്കുകയും കോടതി ആവർത്തിച്ചുള്ള ഹിയറിങ്ങുകളിൽ ഈ പെൺകുട്ടിക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുകയും, അതായത് എവിടെ താമസിക്കണം, ഏത് മതത്തിൽ വിശ്വസിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് എന്ന നിലപാട് അനുസരിച്ച് കോടതി ഓരോ ഹിയറിങ്ങിലും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഡിസംബറിലെ ഹിയറിങ്ങിൽ ഇങ്ങനെ നിങ്ങളുടെ വിവാഹത്തിൻ്റെ പ്രശ്നം വരുന്നത്. ഇങ്ങനെ ഒരു കേസ് നടക്കെ കോടതിയെ സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ഈ പെൺകുട്ടിയെ സംബന്ധിച്ച്, അതായത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ച്, ഈ കേസ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ച്, ഈ വിവാഹം സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല. ഇങ്ങനെ പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിൽ ഒരു കാര്യം നടത്തുന്നത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ഒരു സഹായകമാകും എന്നുള്ള നിലയ്ക്ക് നടത്തിയ ഒരു കല്യാണമാണെന്ന് കോടതിക്ക് സ്വാഭാവികമായും സംശയം തോന്നാം. അല്ല, ഇതിൽ ഞാൻ ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം ഇതിൻ്റെ മുഴുവൻ വിധിന്യായങ്ങളും എടുത്ത് വായിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം, ഇതിൽ പെൺകുട്ടി 37 ദിവസം ഇതേപോലെ ഹൈക്കോടതി ഒരു ആദ്യത്തെ ഹേബിയസ് കോർപ്പസിന് ശേഷം 37 ദിവസം എൻ്റെ ഭാര്യയെ, പെൺകുട്ടി എന്ന് പറയാൻ പാടില്ല, എൻ്റെ ഭാര്യയെ, ഈ പൊതുസമൂഹം അത്തരത്തിലൊരു പെൺകുട്ടി എന്നുള്ളതിലേക്ക് കൊണ്ടുപോവുകയാണ്. എൻ്റെ ഭാര്യ ഇത്തരത്തിൽ 37 ദിവസക്കാലം തടങ്കലിൽ വെച്ചതിന് ശേഷം എൻ്റെ ഭാര്യ 3 ദിവസത്തിനകം സിറിയയിലേക്ക് പോകും അല്ലെങ്കിൽ യമനിലേക്ക് പോകും എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് തടങ്കലിൽ വെക്കാനുണ്ടായത്. പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ച് കൃത്യമായ അന്വേഷണം നടത്തിയതാണ്. അന്വേഷണം നടത്തിയിട്ട് പോലീസ് അന്വേഷണ റിപ്പോർട്ട് അവിടെ വെച്ചു. അതിനോടൊപ്പം എൻ്റെ ഭാര്യ കോടതിയിൽ പറഞ്ഞു, കഴിഞ്ഞ 37 ദിവസക്കാലമായിട്ട് ഞാൻ ഈ കോടതിയുടെ തടങ്കലിലാണ്. ഇന്ത്യ ഭരണഘടന അനുശാസിക്കുന്ന ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കുവാനും ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്ക് കോടതി അനുവദിച്ചു തരുമ്പോൾ അതിന്മേലുള്ള കടന്നുകയറ്റമാണ്. ദയവ് ചെയ്ത് ഇനിയും എന്നെ നിങ്ങൾ തടങ്കലിൽ വെക്കലും എന്നെ സ്വതന്ത്രമായി വിടണമെന്ന് എൻ്റെ ഭാര്യ ഈ കോടതിക്ക് മുന്നാകെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും പോലീസ് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും ഇടക്കാല ഉത്തരവ് വിടുകയാണ്. ഇതൊക്കെ താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ വിവാഹം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. കോടതിയിൽ ഇതേ കണക്ക് അച്ഛന്റെ വക്കീല് പറയുന്നു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കരുത് എന്നുള്ളൊരു അഭിപ്രായം പറയുമ്പോൾ ജഡ്ജി പറയുകയാണ് അത് തീരുമാനിക്കേണ്ട ഞങ്ങളല്ല, 25 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, അവളാണ് തീരുമാനിക്കേണ്ടത് ഏത് തരത്തിലുള്ള. ഞാനും പറയുന്നത് കോടതിക്ക് ഒരു വ്യക്തി ആരെ കല്യാണം കഴിക്കണം എന്നുള്ള കാര്യത്തിൽ ആ വ്യക്തിക്ക് സ്വതന്ത്രമായി തീരുമാനം എടുക്കാം എന്ന കാര്യത്തിൽ കോടതിക്ക് സംശയമുള്ളത് കൊണ്ടല്ല കോടതി ഈ ഉത്തരവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ഇത് മതം മാറ്റം, അതിനുശേഷം നടന്നിട്ടുള്ള കേസ് വ്യവഹാരങ്ങൾ, ഇവയ്ക്കൊക്കെ വളരെ ആസൂത്രിതമായി ഫണ്ട് കിട്ടുന്നുണ്ട്, വളരെ കൃത്യമായ നിയമസഹായം ഈ പെൺകുട്ടിക്ക് കിട്ടുന്നുണ്ട്. ഈ കല്യാണവും ഇങ്ങനെ ഈ വലിയ, താങ്കൾ SDPIയുടെ നേതാവ് കൂടിയാണല്ലോ, ഇത് ഒരു വ്യക്തിപരമായ കാര്യം എന്നുള്ളതിനപ്പുറം ഞാൻ SDPIയുടെ നേതാവല്ല, യഥാർത്ഥത്തിലാണ് ഞാൻ SDPIയുടെ നേതാവാണെന്ന് പറഞ്ഞത്.
കോടതി പറയുന്നുണ്ടല്ലോ. കോടതി ഒന്നാമതായിട്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ പ്രസൻസ് ഇല്ലാത്തതിനാൽ ഈ വിവാഹം അസാധുവാണെന്ന് കോടതി പറഞ്ഞതാ. ഇത് ന്യായമാണോ? അല്ല, അത് ന്യായമോ? അതേപോലെ എനിക്കെതിരെ ആരോപണം, ഞാൻ STPയുടെ നേതാവാണ് എന്ന് പറഞ്ഞിട്ട് ആരോപണം ഉന്നയിക്കുന്നു, ഞാൻ തീവ്രവാദിയാണ്, ഞാൻ IS ടെററിസ്റ്റ് ആണ് എന്ന് പറയുന്നു. അത് ന്യായമാണോ? കോടതി ഇത്തരത്തില് ഒരുപാട് ഞാൻ കോടതിയുടെ ഉത്തരവാണ് കോട്ട് ചെയ്യുന്നത്. കോടതി അങ്ങനെ പറയുന്നു. അപ്പോ ഇങ്ങനെ ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി സംഘടനാപരമായി നടത്തിയ ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യം എന്നതിനപ്പുറത്ത് നടന്ന ഒന്നായി കാണുന്നത് കൊണ്ടാണല്ലോ കോടതി ഇങ്ങനൊരു നിലപാടെടുക്കുന്നത്. കോടതി തന്നെ പറയുന്നു, എന്റെ ഭാര്യ ഇസ്ലാം മതം സ്വീകരിച്ചതിന് യാതൊരുവിധ എവിഡൻസും ഇല്ലെന്ന് വിധിന്യായത്തിൽ പറയുന്നു. ഇതാണ് എവിഡൻസ്. ഇത് കോടതിയിൽ എക്സിബിറ്റിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ എക്സിബിറ്റ് അവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു എവിഡൻസ് അവിടെ ഹാജരാക്കിയിട്ടുണ്ടെന്ന് എക്സിബിറ്റിൽ പറയുന്നു. പക്ഷേ വിധിന്യായത്തിൽ പറയുന്നു യാതൊരുവിധ എവിഡൻസും കൊടുത്തിട്ടില്ലെന്ന്. ഇതിന്റെ വിധിന്യായത്തിൽ ആദ്യം മുതൽ അവസാനം വരെ തീർത്തും ഭരണഘടനാ ലംഘനവും ജനാധിപത്യ വിരുദ്ധവുമായ ഒരു വിധിയാണിത്. ശരി, അഡ്വക്കേറ്റ് ആശ, ഒരു വ്യക്തിയുടെ നിരീക്ഷണത്തിൽ, ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ ആ വ്യക്തിയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു എന്ന് കരുതാൻ ധാരാളം വസ്തുതകൾ ഈ വിധിയിൽ ഇല്ലേ? ഒരു വ്യക്തി ആരെ വിവാഹം കഴിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണല്ലോ. ആ വ്യക്തി എവിടെ താമസിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണല്ലോ. അത് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണല്ലോ. പക്ഷേ ഇവിടെ മാതാപിതാക്കളുടെ സാന്നിധ്യമില്ലാത്തതിനാൽ വിവാഹം അസാധുവാകുന്നു. പിന്നെ തീർത്തും ബാലിശമായ കുറേ കാരണങ്ങൾ കൊണ്ട് വിവാഹം അസാധുവാകുന്നു. ഒരു വ്യക്തിയുടെ ഇഷ്ടമില്ലാതെ അവരുടെ മാതാപിതാക്കളുടെ ഒപ്പം അയക്കുന്നു എന്നുള്ളത് ആ വ്യക്തിയെ സംബന്ധിച്ച് വലിയ ഭരണഘടനാപരമായ അവകാശങ്ങളുടെ ലംഘനം കൂടിയല്ലേ? അഭിലാഷ് പറഞ്ഞ എല്ലാ കാര്യങ്ങളോടും യെസ് എന്ന് തന്നെ ഉത്തരം പറയാനുള്ളത്. അതിനു മുൻപ് ഞാനൊരു കാര്യം, എന്റെ തീരുമാനം എന്ന് പറയട്ടെ. ഈ കോടതിക്ക് നേരെ അല്ലെങ്കിൽ കോടതിയുടെ ഗേറ്റിന് മുന്നിൽ പോയി സമരം ചെയ്തതുകൊണ്ട് ഒരു വിധി മാറ്റി നമുക്ക് കിട്ടില്ല. ഇന്ത്യൻ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. നീതിന്യായ വ്യവസ്ഥയുടെ ഒരു ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അതിനെ പിന്താങ്ങാൻ എനിക്ക് സാധിക്കില്ല. പിന്നെ ഇതൊരു മുസ്ലിം സംഘടനയെ ബാധിക്കുന്ന സംഗതിയല്ല. യഥാർത്ഥത്തിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവര് ആരെ വിവാഹം കഴിക്കണം, ഏത് മതം എടുക്കണം, എവിടെ പഠിക്കണം, എവിടെ ജീവിക്കണം എന്നത് ഒരു പുരുഷനെ പോലെ തന്നെ തീരുമാനിക്കാവുന്ന ആർട്ടിക്കിൾ 14 സമത്വത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്ന ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ പെൺകുട്ടിക്കുണ്ട്, ഈ സ്ത്രീക്കുണ്ട്. അവിടെ ഈ സ്ത്രീക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അതായത് അവരുടെ ഭരണഘടന നൽകുന്ന പൗര അവകാശങ്ങളെ, മൗലിക അവകാശങ്ങളെ എതിരായ ഒരു വിധി വരുമ്പോൾ ഇത് കേരളത്തിലെ ഓരോ സ്ത്രീക്കും എതിരായ ഒരു വിധിയായി മാറാണ്. കാരണം ഞാൻ ഇന്ന് തീരുമാനിക്കുകയാണ് എന്റെ വീട്ടിൽ താമസിക്കേണ്ട, എന്റെ മകൾ തീരുമാനിക്കുകയാണ് എന്റെ വീട്ടിൽ താമസിക്കേണ്ട, അവൾക്ക് പുതിയൊരു മതം സ്വീകരിക്കണം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഭർത്താവിനെ തിരഞ്ഞെടുക്കണം എന്ന് തോന്നുന്നു. ആ സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി ഞങ്ങൾ പറഞ്ഞ രീതിയിലല്ല, അല്ലെങ്കിൽ അവിടെ നിങ്ങളുടെ അച്ഛനും അമ്മയും വേണമായിരുന്നു എന്നൊക്കെ പറയുന്ന ഈ വിധിക്കെതിരെ കൃത്യമായ വിമർശനപരമായ നിലപാട് എന്നെ പോലെയുള്ള ആളുകൾക്കുണ്ട്. ആ പെൺകുട്ടിയോട് ചെയ്തത് ശരിയല്ല, നീതിപൂർവമായ ഒരു വിധിയല്ല. അതുകൊണ്ട് തന്നെ ആ വിധി കൃത്യമായി തന്നെ ഘടകത്തിൽ ചലഞ്ച് ചെയ്യേണ്ടതാണ്. തീർച്ചയായും ഒപ്പം ഈ കോടതി വിധിയോട് അങ്ങനെയുള്ള വിമർശനങ്ങൾ ഒരുപക്ഷെ ഈ വിധി വായിക്കുന്ന ബഹുഭൂരിപക്ഷം പൗരന്മാർക്കും പൗരബോധമുള്ള പൗരന്മാർക്കും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അവിടെ കോടതിക്കുള്ള ന്യായം ഒരു നീതിപൂർവകമായ അല്ലെങ്കിൽ ഒരു യുക്തിസഹമായ തീരുമാനം എടുക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഈ പെൺകുട്ടി എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, കോടതി തന്നെ പറയുന്നു, സാധാരണഗതിയിൽ ഒരു പെൺകുട്ടി മതം മാറുക, അല്ലെങ്കിൽ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ വിവാഹം കഴിച്ചതിന് ശേഷം ആ മതത്തിലേക്ക് മാറുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായാൽ അത് ആ വ്യക്തിയുടെ ചോയ്സിന് വിടുക എന്നുള്ള കാര്യമായിരിക്കും എല്ലാ ഘട്ടങ്ങളിലും കോടതി സ്വീകരിക്കുക. പക്ഷേ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ജെനുവിനായി തോന്നാത്തത് കൊണ്ട് ഇങ്ങനൊരു വിധി പുറപ്പെടുവിക്കേണ്ടി വന്നിരിക്കുകയാണെന്ന് ഈ സിറ്റുവേഷൻ സൂചിപ്പിച്ച് കോടതി പറയുന്നുണ്ട്. അഭിലാഷം ഇടപെട്ടോട്ടെ, ഇത് ശരിയല്ല അഭിലാഷ് പറഞ്ഞത്. നമ്മൾ കേരള ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള ഹേബിയസ് കോർപ്പസ് വിധികൾ മുഴുവൻ എടുത്ത് പരിശോധിക്കുക. അതിൽ ഓരോ വിധി പറയുമ്പോഴും ഓരോ വിധിക്ക് വേണ്ടി ഓരോ പെൺകുട്ടികൾ സമീപിക്കുമ്പോഴും, അതായത് ഒരു പെൺകുട്ടി അവരിപ്പോ ട്രാൻസ്ജെൻഡർ ആണ് കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ കൂടെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് വിചാരിക്കുക, അല്ലെങ്കിൽ സ്ത്രീയുടെ കൂടെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത് വിചാരിക്കുക. അങ്ങനെ അവര് വീട്ടുകാർ അതിനെ എതിർക്കുമ്പോൾ അവര് മറ്റു സ്ഥലത്തേക്ക് വീട്ടുകാർ അനുവാദമില്ലാതെ പോകുന്ന സമയത്ത് വീട്ടുകാർ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു, മാൻ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുന്നു, പിന്നെ അടുത്ത ഉപദേശപ്രകാരം ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നു. അങ്ങനെ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത് ഈ സ്ത്രീകൾ കോടതിയിൽ എത്തുന്ന സമയത്ത് കോടതി ആദ്യം ചെയ്യുന്നത് അവരെ ഒരു സെന്ററിലേക്ക് മാറ്റി പാർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സെന്ററിൽ മാറ്റി പാർപ്പിക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ വക്കീലിനോട് പോലും സംസാരിക്കാനുള്ള അവകാശം നിഷേധിച്ച് അവരെ ആരോടാണോ പിണങ്ങി പിരിഞ്ഞ് പുറത്തു പോയിരിക്കുന്നത്, സ്വന്തം അച്ഛനമ്മ തന്നെ ആയിരിക്കാം,
ആ അച്ഛനും അമ്മയ്ക്കും മാത്രം ഈ കുട്ടിയോട് സംസാരിക്കാം, അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ആളുകളോട് മാത്രം സംസാരിക്കാം എന്ന രീതിയിലേക്ക് മാറ്റാറുണ്ട്. അങ്ങനെ പല കേസുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഒരു പ്രതിലോമകരമായിട്ടുള്ള വിധിയല്ല. കേരളത്തിലെ ആദ്യമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ 100 ദിവസം ഇട്ടിരിക്കുന്നത്. LLM പാസ്സായ പെൺകുട്ടികള്, MBBS പാസ്സായ പെൺകുട്ടികള്, MBA പാസ്സായ പെൺകുട്ടികള്, സ്ത്രീകൾ എന്ന് വിളിക്കണം, 27, 28 വയസ്സായ സ്ത്രീകള്, അത്തരം ആളുകളെ മുഴുവനും SNPS ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു കൃത്യമായ പഠനം നടത്തിയാൽ ഇത് ആദ്യമായിട്ട് സ്ത്രീകളെ നേരെ നടത്തുന്ന ഒരു മനുഷ്യാവകാശ ലംഘനമോ അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ 40 വയലേഷൻ അല്ല. എന്നാൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പുരുഷൻ, 20 വയസ്സ് കഴിഞ്ഞ പുരുഷൻ, 25 വയസ്സ് കഴിഞ്ഞ പുരുഷൻ, അവന്റെ ഇഷ്ടപ്രകാരം നാട് വിട്ടു പോവുകയോ. അല്ല, ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അഡ്വക്കേറ്റ് ആശ, ഇതിപ്പോ ഒരു വിവാഹത്തിന്റെ പ്രശ്നം എന്നുള്ള നിലയിലല്ല കോടതി ഇതിനെ കണ്ടിട്ടുള്ളത്. ആദ്യം ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്ന ഘട്ടത്തിൽ കോടതി ആ കേസ് തീർപ്പാക്കിയതാണ്. ആ പെൺകുട്ടി അവരുടെ ഇഷ്ടപ്രകാരം എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കട്ടെ, സ്വന്തം ഇഷ്ടപ്രകാരം പോകട്ടെ എന്നുള്ളതായിരുന്നു കോടതിയുടെ വിധി. അതിനുശേഷം രണ്ടാമത് ആ പെൺകുട്ടിയുടെ പിതാവ് ഒരു റിട്ട് ഹർജി കൊടുക്കുന്നു. ആ ഹർജിയിൽ തൻ്റെ മകളെ വിദേശത്തേക്ക് കടത്താൻ ഭീകരവാദ ബന്ധമുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്ന കുറെ കൂടി ഗൗരവമുള്ള ഒരു കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അപ്പോഴും ആ ഹർജി പരിഗണിക്കുന്ന പല ഘട്ടങ്ങളിലും ഈ പെൺകുട്ടിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തോടും അവകാശത്തോടും ഒപ്പമാണ് കോടതി നിൽക്കുന്നത്. അത് കഴിഞ്ഞുള്ള ഒരു ഘട്ടത്തിൽ വിവാഹം എന്നുള്ള ഒരു വിഷയം ഒരു ദിവസം ഒരു ഹിയറിംഗിൽ കോടതിയുടെ ശ്രദ്ധയിലെത്തുന്നത് മുതലാണ് ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത്. അങ്ങനെയാണ് ഈ അന്തിമ ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യുന്നത്. കോടതി പറയുന്നു, സാധാരണ സാഹചര്യമായിരുന്നുവെങ്കിൽ, സാധാരണ ഒരു വിവാഹമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഒരു മതം മാറ്റമായിരുന്നുവെങ്കിൽ കോടതിക്ക് ആ വ്യക്തിയുടെ ചോയ്സിനൊപ്പം നിൽക്കാമായിരുന്നുവെന്ന്. ഇതിനേക്കാൾ അപ്പുറത്ത് മാനങ്ങളുള്ള മനുഷ്യക്കടത്തുന്നോ ഭീകരവാദ റിക്രൂട്ട്മെന്റ് എന്നോ ഒക്കെ പറയാവുന്ന തരത്തിലുള്ള ഭീതി നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ, അങ്ങനെയുള്ള പൂർവ്വ ഉദാഹരണങ്ങളുള്ള ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ കോടതിക്ക് പരിഗണിക്കേണ്ടി വരില്ലേ? ഇത്തരം ഫോബിയ ഒരു ഇസ്ലാമിനെ എഗെയിൻസ്റ്റ് ആയിട്ട് വെക്കുന്നത് ശരിയല്ല. അതിനെ ഒരു കോടതി പിന്താങ്ങുന്നത് ശരിയല്ല. കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് നിയമ സംവിധാനങ്ങൾ നമുക്കുണ്ട്. പോലീസ്, DSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനെ ഇതെല്ലാം അന്വേഷിക്കാൻ വേണ്ടി കോടതി ചുമതലപ്പെടുത്തിയിരുന്നു. ഇനിയും ചുമതലപ്പെടുത്താവുന്നതാണ്. അമിക്കസ് ക്യൂറിയെ വെക്കാവുന്നതാണ്. സ്ത്രീ സംഘടനകളെയോ അല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളെയോ ആരെ വേണമെങ്കിലും ഇതിനു വേണ്ടി നിയോഗിക്കാവുന്നതാണ്. എത്രയോ ആളുകൾ കോടതിയെ സഹായിക്കാൻ വേണ്ടി മുൻനിരയിൽ തന്നെയുണ്ട്. ആരെ വേണമെങ്കിലും ഉപയോഗിക്കാമല്ലോ. അല്ലാതെ കൃത്യമായി എന്താണോ ഒരു പെറ്റീഷണർ പറഞ്ഞിരിക്കുന്നത്, ആ പെറ്റീഷണർ പറഞ്ഞ ആ ആ അപ്രിഹെൻഷനെ അങ്ങനെ തന്നെ സ്വോളോ ചെയ്തിട്ടുള്ള വിധിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ സ്വോളോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ചാൽ, ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിവാഹം കഴിച്ചുകൊണ്ട്, നിയമപരമായ രീതിയിൽ വിവാഹം കഴിച്ചുകൊണ്ട്, അതല്ല അതിനും എനിക്ക് എന്റെ ഇണയെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഈ ഇന്ത്യയിൽ നമുക്ക് ഉറപ്പു നൽകുന്ന ഭരണഘടനയുണ്ട്. അപ്പൊ അതാണ് താങ്കളുടെ പോയിന്റ്. തുടരുക. ശ്രീ കെ മുഹമ്മദ് അലി, അഖില എന്ന പെൺകുട്ടിക്ക് ഹാദിയയായി മാറാനുള്ള അവകാശമുണ്ട്, അതിൽ തർക്കമില്ല. അങ്ങനെ ഹാദിയയായ പെൺകുട്ടിക്ക് ആരെ വേണമെങ്കിലും അവരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിക്കാനുള്ള അവകാശവുമുണ്ട്. അക്കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഒരാൾ സ്വമേധയാ മതം മാറുകയും സ്വമേധയാ കല്യാണം കഴിക്കുകയും ചെയ്ത ഒരു സംഭവമാണോ ഉണ്ടായിരിക്കുന്നത്? ഈ കല്യാണം ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ആരാണ് ഈ കല്യാണം അറേഞ്ച് ചെയ്തത്? SDPI ആണോ? അങ്ങനെ SDPIക്ക് കല്യാണം നടത്തി കൊടുക്കുന്ന പണിയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അഭിലാഷ്, ഈ കല്യാണം നടന്നത് എങ്ങനെയാണ് എന്നും ഞാൻ എങ്ങനെയാണ് എൻ്റെ ഇണയെ തിരഞ്ഞെടുത്തത് എന്നും ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ വിവാഹം ചെയ്തത് എന്നും ആദ്യമായി പറയേണ്ടത് ആരാണ് അഭിലാഷ്? അത് കല്യാണം നടത്തിയ കുട്ടിയാണ്. ആ പെൺകുട്ടി 25 വയസ്സുള്ള അഭ്യസ്ത വിദ്യരായ ഒരു യുവതിയാണ്. ആ യുവതി ഒരു ഹോമിയോ ഡോക്ടറും കൂടെയാണ്. ആ ഡോക്ടർ കോടതിയുടെ മുമ്പാകെ പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് വിവാഹം നടത്തിയതെന്ന്. അറേഞ്ച്ഡ് മാരേജ് ആണെന്നും SDPIക്ക് വിവാഹം നടത്തി കൊടുക്കാനുള്ള പണിയുണ്ടോ എന്ന് അഭിലാഷ് ചോദിക്കുമ്പോൾ അഭിലാഷ് മനസ്സിലാക്കേണ്ടത്, കോടതിയോട് 25 വയസ്സുള്ള അഭ്യസ്ത വിദ്യയായ ഒരു ഡോക്ടർ പറയുന്നു, ഞാൻ എൻ്റെ ഇണയെ തെരഞ്ഞെടുത്തത്, എൻ്റെ ഭർത്താവിനെ തെരഞ്ഞെടുത്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ന് ആദ്യമായി പറയേണ്ടത് ആ പെൺകുട്ടി തന്നെയാണ്. ആ പെൺകുട്ടി പറഞ്ഞതിനെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെന്നും അതിൽ ദുരൂഹതയുണ്ട് എന്ന് പറയുന്ന കോടതി തന്നെയാണ് ഇവിടെ ശ്രീ കെ മുഹമ്മദ് അലി. കോടതി തന്നെ പറയുന്നുണ്ട്, ഈ കോടതിയിൽ 3 സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. അതിൽ 3ലും 3 പേരായിരുന്നു. ആദ്യം ആസിയ, പിന്നെ ആദിയ, പിന്നെ ഹാദിയ. ഇങ്ങനെ സ്വന്തം പേരിനെ കുറിച്ച് പോലും ഉറപ്പില്ലാത്ത, താങ്കൾ പറയുന്ന അഭ്യസ്ത വിദ്യയായ പെൺകുട്ടി, സ്വന്തം പേരിനെ കുറിച്ച് പോലും ഉറപ്പില്ലാത്ത കുട്ടി പറയുന്നതിന്റെ യുക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കോടതിക്ക് തോന്നിക്കൂടെ? അഭിലാഷ്,
ഈ പെൺകുട്ടി ഞാൻ ആദ്യം ആശയാണെന്നും പിന്നെ ഞാൻ അഖിലയാണെന്നും ഞാൻ പിന്നെ മറ്റൊരു പേരാണെന്നൊക്കെ പറഞ്ഞത് അഭിലാഷിന് എവിടുന്ന് കിട്ടിയതെന്ന് എനിക്കറിയില്ല. ആ കോടതി ഓർഡറിൽ അതുണ്ടോ? ആ കുട്ടി ഒരിക്കലും എന്റെ പേര് മാറ്റി പറഞ്ഞതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആ കുട്ടിയുടെ ഭർത്താവ് അത് കേസിന്റെ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞുവല്ലോ, അതിന്റെ ഓരോരോ ഘട്ടങ്ങളിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റുകൾ ഉണ്ടല്ലോ. താങ്കൾ തന്നെ സൂചിപ്പിച്ച എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് കല്യാണം തുടങ്ങിയ കാര്യങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്ന അഫിഡവിറ്റുകളുണ്ടല്ലോ. ആ അഫിഡവിറ്റുകളിലാണ് ഈ പേരുകളിലെ മാറ്റം. അത് രേഖാപരമാണ്, കോടതിയിലുണ്ട്. അത് യഥാർത്ഥത്തിൽ ശ്രീമതി അഡ്വക്കേറ്റ് ആശ ഇവിടെ പറഞ്ഞു, യഥാർത്ഥത്തിൽ പരാതിക്കാരൻ എന്താണോ പറഞ്ഞിട്ടുള്ളത് ആ പരാതിക്കാരന്റെ മുഴുവൻ വരികളും വാക്കുകളും മുഴുവൻ ഒരു കോടതി ഫോളോ ചെയ്തിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഈ കോടതി നിഷ്പക്ഷ കോടതിയാവുക? അത് അഡ്വക്കേറ്റ് ആശ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ഈ പേരിന്റെ മാറ്റങ്ങളുടെ മാറ്റങ്ങളും ഒക്കെ ഇവിടെ ഒരു നിഗൂഢതയായി നിലനിൽക്കുന്നത്. അതിനെയാണ് ജനങ്ങളുടെ മുമ്പിൽ മുസ്ലിം ഏകോപന സമിതി കൊണ്ടുവന്നത്. മുസ്ലിം ഏകോപന സമിതി ഒന്നുമല്ല, അങ്ങനത്തെ വിഷയമല്ല ഞാൻ പറയുന്നത്. ഒരാൾ ഇപ്പൊ ഞാൻ ഒരു അഫിഡവിറ്റ് കൊടുക്കുമ്പോൾ എന്റെ പേര് ശരിയാവണ്ടേ ശ്രീ മുഹമ്മദ് അലി? ഞാൻ ഒരു പേരിലേ പറയാവൂ. ഒരു തവണ അഫിഡവിറ്റിൽ ഒരു പേര്, രണ്ടാമത്തെ തവണ അഫിഡവിറ്റിൽ വേറൊരു പേര്, മൂന്നാമത്തെ തവണ അഫിഡവിറ്റിൽ വേറൊരു പേര് എന്ന് വന്നാൽ നോക്കൂ എന്ത് ബോധ്യത്തിലാണ് പിന്നെ ആ പെൺകുട്ടി പെരുമാറുന്നത്. അതുകൊണ്ടാണ് കോടതിക്ക് സംശയം. കോടതി വളരെ കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച വാചകങ്ങളൊക്കെ കോടതി പറയുന്നത് അതുകൊണ്ടാണ്. സാധാരണഗതിയിൽ ഒരു പ്രണയമോ വിവാഹമോ മതം മാറ്റമോ ആയിരുന്നുവെങ്കിൽ അവരുടെ ചോയ്സിനെ, അവരുടെ തെരഞ്ഞെടുപ്പിനെ വിലമതിക്കുക എന്ന തീരുമാനമാണ് ഈ കോടതി. കൺസിസ്റ്റൻസി എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൺസിസ്റ്റന്റ് ആയി കോടതികൾ അങ്ങനെയുള്ള നിലപാടാണ് എടുക്കുക. പക്ഷേ ഇതൊരു പ്രത്യേക കേസാണ്, ഇതിൽ പറ്റില്ല എന്ന് കോടതിക്ക് തോന്നുന്നത്. ഇതുകൊണ്ടാണ് ഇങ്ങനെ നിഗൂഢതയുള്ളത് കൊണ്ടാണ്, സംശയമുള്ളത് കൊണ്ടാണ്. ആ സംശയം സൂചിപ്പിച്ചാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് ഹർജി കൊടുത്തിട്ടുള്ളതും. അഭിലാഷ്, ഈ സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ കോടതിയുടെ മുമ്പിൽ വളരെ വ്യക്തമായ നിയമമുണ്ട്. ഇവിടെ നമ്മുടെ പെരിന്തൽമണ്ണ ഡിവൈഎസ്പി യഥാർത്ഥത്തിൽ പോലീസ് മേഖലയിൽ നല്ല ഒരു പേരുള്ള മോഹനചന്ദ്രനെ കൊണ്ട് വിവിധ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഈ അന്വേഷണത്തിലൊക്കെ ആ അന്വേഷണ റിപ്പോർട്ട് പോലും ഇന്ന് കോടതി പറയുന്നത് അദ്ദേഹത്തെ വകുപ്പ് തല അന്വേഷണം നടത്തണമെന്നാണ്. ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന നമ്മൾക്ക് 2-3 തവണ രാഹുൽ ഈശ്വർ, ഒന്ന്, ഒരു വ്യക്തിക്ക് സ്വമേധയാ മതം മാറാനുള്ള അവകാശമുണ്ടല്ലോ. ഞാൻ സ്വമേധയാ മതം മാറി ഹാദിയെ ആയതാണ് എന്ന് അഖില അശോകൻ എന്ന പെൺകുട്ടി കോടതിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്, നേരിട്ട് ഹാജരായി പറഞ്ഞിട്ടുമുണ്ട്. 2, അവരുടെ വിവാഹമാണ്. ഒരു വ്യക്തിക്ക്, പ്രായപൂർത്തിയായ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കാമല്ലോ. ആ വിവാഹം എൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ എൻ്റെ ഇച്ഛയാലാണ് എന്നും ഈ പെൺകുട്ടി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. എന്നിരിക്കെ ആ വിവാഹം റദ്ദാക്കുകയും അവരുടെ മതം മാറ്റത്തെ അംഗീകരിക്കാതെ എന്ന് തോന്നിക്കുന്ന വിധത്തിൽ മാതാപിതാക്കളോട് ഒപ്പം അയക്കുകയും ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമല്ലേ? കേരള ഹൈക്കോടതി പോലെ എല്ലാവരും ആദരിക്കുന്നൊരു സംവിധാനം ഇത്രമാത്രം ബോൾഡ് സ്റ്റെപ്പ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താ? മുമ്പും ലവ് ജിഹാദ് എന്ന് വിളിക്കപ്പെടുന്ന കേസിൽ ശ്രീ KT ശങ്കരൻ സമാനമായ സമീപനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അത്രമാത്രം ഗൗരവമാണ് ഈ വിഷയം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഏറ്റവും കൂടുതൽ മതേതരത്വത്തിൻ്റെ ഐക്കൺ എന്ന് ലെഫ്റ്റുകാർ പറയുന്ന മഹാത്മാഗാന്ധിയുടെ മകനെ വരെ കാശ് കൊടുത്ത് മതം മാറ്റിയൊരു നാടാണ്. അതായത് മതസൗഹാർദ്ദത്തിന് വേണ്ടി വെടികൊന്നു വീണു എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ മകനെ അടക്കം മതപരിവർത്തനം ചെയ്യുന്നതിന് പിന്നിൽ അജണ്ടകൾ ഉണ്ടെന്ന് ഇവിടുത്തെ ഏജൻസികൾ സംശയിക്കുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞത് ഹിന്ദുത്വ നമ്മുടെ വിഷയം അതല്ല, ഇതാണ് വിഷയം. ഈ വിഷയം ഉള്ളിലുള്ളതുകൊണ്ടാണ് കോടതി അത് എടുക്കുന്നത്. ഒരു വ്യക്തിക്ക് ഇവിടെ കോണ്ടെക്സ്റ്റ് വളരെ പ്രധാനമാണ്. ഏത് മതമാകട്ടെ, അങ്ങനെയാണെങ്കിൽ മതപരിവർത്തനം നിരോധിക്കുന്ന വേണം. ഹൈക്കോടതി ഡയറക്റ്റീവ് കൊടുത്തതാണ്. ഹൈക്കോടതി ഡയറക്റ്റീവ്, അവിടെയാണ് പ്രശ്നം. നിയമപരമായോ ഭരണഘടനാപരമായോ നിഷിദ്ധമായ ഒന്നല്ല മതപരിവർത്തനം. നിർബന്ധിത മതപരിവർത്തനം നിഷിദ്ധമാണല്ലോ, മാത്രമല്ല നിർബന്ധിതമാണ് എന്ന് കോടതിക്ക് സംശയമുള്ളതുകൊണ്ടാണല്ലോ കോടതി ഇടപെട്ടത്. ഇത് സ്വമേധയാണെന്ന് സത്യവാങ്മൂലം കൊടുത്തു. നിർബന്ധിതമാണോ എന്ന് സംശയം തോന്നുകയും കേരളത്തിൽ അജണ്ട വെച്ച് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന് സംശയം തോന്നുകയും ചെയ്യുന്നത് സ്വാഭാവികമല്ലേ? ഒരു കാര്യം കൂടെ, DGP ആയിരുന്ന ജേക്കബ് പുന്നൂസ് ഹിന്ദുവായിട്ടല്ലോ 2600 പെൺകുട്ടികളുടെ കാര്യം ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായി കൊടുത്തത്. ഉമ്മൻചാണ്ടി സാർ ഫ്ലോറിലാണ്. ഒരു കാര്യം ആർക്കുക, ചാനൽ ചർച്ചയിലോ പത്രസമ്മേളനത്തിലോ അല്ല, ഓൺ ദി ഫ്ലോർ ഓഫ് ദി ഹൗസ് ആണ് 2600-ലേറെ കുട്ടികൾ നിർബന്ധിത മതപരിവർത്തനം എന്ന ബ്രാക്കറ്റിലിട്ട് വരുന്ന കാര്യങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിച്ചത്. ഈ കോണ്ടെക്സ്റ്റ് നമ്മുടെ ഏജൻസികളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുന്നത്. ഏജൻസി അല്ലല്ലോ കോടതി, കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലല്ലോ മുമ്പിൽ വരുന്ന വസ്തുത അല്ല. കോടതി ഇത്തരം ബ്രോഡർ കോണ്ടെക്സ്റ്റുകളും കൂടെ ഒരു വ്യക്തി എന്റെ ചോയ്സ് ഇതാണ് എന്ന് തീരുമാനിക്കുന്നു.
പ്രായപൂർത്തിയായ ഒരു ഇൻഫോംഡ് വ്യക്തിക്ക് ചോയ്സ് ആണോ, അത് ഭരണഘടന കൺഫോംഡ് നൽകുന്ന- ചോയ്സ് ആണോ, അതൊരു കൺസിസ്റ്റന്റ് വ്യക്തിയുടെ ചോയ്സ് ആണോ? ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഈ അതവിടെ മൂന്ന് ലംഘിക്കപ്പെട്ടു. കോണ്ടെക്സ്റ്റുകളില്ലേ, അത് ഇൻഫോംഡ് ആണോ, അത് കോയേസ്ഡ് ആണോ എന്നറിയണം. ഫ്രോഡുലന്റ് ആണ്. സുപ്രീം കോടതി എന്റെ അഞ്ചംഗ ബെഞ്ചിന്റെ വിധിന്യായമുണ്ട്, നിങ്ങൾക്ക് മതം പ്രചരിപ്പിക്കാൻ അവകാശമുണ്ട്, പക്ഷേ ഫോഴ്സ്ഡ് പ്രോളിസ്റ്റേഷൻ പാടില്ല. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് നിൽക്കുന്നുണ്ട്. ഇത് കണ്ണടച്ചിരുട്ടാട്ടിക്കൊണ്ട് കണ്ണടച്ചിരുട്ടാക്കുന്നതല്ല. ഈ പെൺകുട്ടി ഞാൻ എങ്ങനെയാണ് മതം മാറിയത് എന്ന സാഹചര്യം വിശദമാക്കി അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട് കോടതിയിൽ. അവരുടെ അഭിഭാഷകൻ കോടതിയിൽ അത് വിശദീകരിച്ചിട്ടുമുണ്ട്. അവർ ഖണ്ഡിതമായി ഞാൻ നിർബന്ധിതമായ അതിൽ വിശ്വാസയോഗ്യത കേരളത്തിലെ ഹൈക്കോടതിക്ക് തോന്നിയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കുമല്ലോ ഹൈക്കോടതി അങ്ങനെ നിലപാടെടുക്കുന്നത്. അതിന്റെ കാരണം ഇന്ത്യയിൽ വളരെ സംഘടിതമായി നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇന്ത്യയിൽ സംഘടിതമായി നടക്കുന്നുണ്ടെങ്കിലും കോടതിക്ക് മുൻപിൽ വരുന്ന ഒരു വിഷയമാണല്ലോ പരിഗണിക്കേണ്ടത്, വസ്തുതകൾ. ഇവിടെ നിന്ന് മാത്രമല്ല, നോക്കൂ, വളരെ തമാശയായിട്ട് എനിക്ക് തോന്നി ഈ കേസിൽ വിവാഹം അസാധുവാക്കാൻ കോടതി കണ്ടെത്തുന്ന ന്യായങ്ങൾ. ഒന്ന്, ഈ വിവാഹത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള വരൻ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ വളരെ ആക്റ്റീവാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ടും കല്യാണ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തില്ല. കല്യാണ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് അതിലെ ഒന്നോ രണ്ടോ വരിയാണ് സസ്പീഷ്യസ് ബിഹേവിയർ എന്ന കാറ്റഗറിയിൽ ഇത് പെടുന്നതിന്റെ കാരണം എന്താ? ഈ കേസ് അങ്ങനെ ആണോ എന്നല്ല, ഇങ്ങനത്തെ പല കേസുകളും നടക്കുന്നുണ്ട്. ഞങ്ങളത് പറയുമ്പോൾ ഞങ്ങൾ വർഗീയവാദികളെന്ന് വിളിക്കുകയും ഈ മീഡിയകളത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. രാഹുൽ സ്പെസിഫിക് ആവും. കല്യാണ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ഒരാളുടെ വിവാഹം ഒരിക്കലും അല്ല. പക്ഷേ ലാർജർ കോണ്ടെക്സ്റ്റ് ഓഫ് സസ്പീഷൻ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പല കേസുകളും ഈ നാട്ടിൽ നടന്നിട്ടില്ലേ? ആറ്റുകാൽ അമ്പലത്തിലെ ട്രസ്റ്റിയുടെ കൊച്ചുമോൾ സിറിയയിൽ ഐസിസിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ഇടതുപക്ഷ ചായവുള്ള ഒരു വ്യക്തി പിണറായി വിജയൻ അവരെ തന്നെ കണ്ടു പറഞ്ഞു. ശരി, എന്തുകൊണ്ടാണ് താങ്കൾ കല്യാണ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടാത്തത്? ഞാൻ ഫേസ്ബുക്കിൽ കല്യാണ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. എൻ്റെ നിക്കാഹിൻ്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് കൃത്യമായ രീതിയിൽ കോടതിയിൽ ഞാൻ അത് ബോധിപ്പിച്ചിട്ടുള്ളതുമാണ്. കോടതിയിൽ ഞാൻ എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ നിക്കാഹിൻ്റെ ഉൾപ്പെടെ എല്ലാ ഫോട്ടോയും ഫേസ്ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫോട്ടോ ഉൾപ്പെടെ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഞാൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാം എൻ്റെ നിക്കാഹുമായി ബന്ധപ്പെട്ട് ഞാൻ അവർക്ക് കൊടുത്തിട്ടുള്ള ക്ഷണം, അതായത് അവർക്ക് മെസ്സഞ്ചറിൽ ഞാൻ പോയി എൻ്റെ നിക്കാഹാണ്, ഇന്ന ദിവസം എൻ്റെ നിക്കാഹാണെന്ന് അവതരിപ്പിക്കുന്ന മുഴുവൻ സംഗതികളും ഞാൻ കോടതിക്ക് മുന്നാകെ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എൻ്റെ അഭിഭാഷകന് പോലും കോടതിക്കകത്ത് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. എന്തിന്? എൻ്റെ ഭാര്യയ്ക്ക് പോലും കോടതിക്കകത്ത് നിന്നിട്ട് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. ഭാര്യ പറയുകയാണ്, ഞാൻ സ്വമേധയാ തിരഞ്ഞെടുത്ത എൻ്റെ വിശ്വാസമാണിത്, ഞാൻ സ്വമേധയാ തിരഞ്ഞെടുത്ത എൻ്റെ വിവാഹമാണിത്, ദയവ് ചെയ്ത് പ്രിയപ്പെട്ട ജഡ്ജ് ഞങ്ങളെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യസ്ത വിദ്യയായ ഒരു പെൺകുട്ടിയാണ് കോടതിക്ക് മുന്നിൽ പറയുന്നത്. അപ്പോൾ പോലീസിനെ കൊണ്ട് ശക്തമായി പിടിച്ച് അവിടെ ഇരുത്തിയാണ്, നീ ഇവിടെ സംസാരിക്കേണ്ടതില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ 5ാമത്തെ ഹിയറിങ്ങിനിടയ്ക്കാണ് സീനിയർ വക്കീൽ, ഹൈക്കോടതിയിലെ സീനിയർ വക്കീൽ വക്കാലെടുത്ത് എറിഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യം കേരള ഹൈക്കോടതിയിലുണ്ടായത്. ശരി, അല്ല, അത് നിങ്ങളുടെ പരാതിയാണ്. എനിക്ക് അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല, അതുകൊണ്ട് ഞാനത് ആ നിലയ്ക്ക് പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. ശ്രീ ഫക്രുദ്ദീൻ അലി, ഇവിടെ ഒരുപക്ഷെ ഒരു വല്ലാത്ത പുകമറ ഉണ്ടാക്കി ഇതൊക്കെ ഭീകരപ്രവർത്തനത്തിനായിരിക്കുമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രവർത്തനത്തിനായിരിക്കുമോ എന്നൊക്കെ വസ്തുത പൂർണ്ണമായും ഉൾക്കൊള്ളാതെ, അല്ലെങ്കിൽ അങ്ങനെ ആയേക്കുമോ എന്ന് ഭയപ്പെട്ട് വിവാഹങ്ങൾ അസാധുവാക്കാനും ആളുകളുടെ ചോയ്സിനെ, ആളുകളുടെ സ്വയം നിർണയാവകാശത്തെ ഹനിക്കാനും ഒക്കെ തുടങ്ങിയാൽ അതെങ്ങനെയാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നടപ്പാവുക? അതെങ്ങനെ ശരിയാകും? അല്ല അഭിലാഷ, ജനാധിപത്യ രാഷ്ട്രത്തിൽ അഡ്വക്കേറ്റ് ആശ പറഞ്ഞതുപോലെ ആ ഒരു പ്രശ്നമുണ്ട്, വ്യക്തികളുടെ സ്വാതന്ത്ര്യവും മറ്റു കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ വ്യക്തികളുടെ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ മൗലിക അവകാശങ്ങളും സംരക്ഷിക്കണമെങ്കിൽ കോടതിയും നിയമങ്ങളും എല്ലാം എഴുതി വെച്ച നിയമങ്ങളായതുകൊണ്ട് കാര്യമല്ല. നമ്മളവിടെ ജഡ്ജിമാരെ നിയമിക്കുന്ന കാലത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വ്യാഖ്യാനിക്കാനും മറ്റുമാണ്. ഞാൻ ഈ ശങ്കരൻ്റെ കേസ് വന്ന സമയത്ത് അതിശക്തമായിട്ട് ആ ജഡ്ജിനല്ല ആ വിധിയെ ശക്തമായിട്ട് എതിർത്ത ഒരാളാണ്. പിന്നെ മേൽക്കോടതി നമ്മളെയൊക്കെ നിലപാടാണ് ശരിയെന്ന് ശരിവെക്കുകയും ചെയ്തു. എന്നാൽ പിന്നെ നമ്മൾ കണ്ടത് പടന്നയിൽ ഈ ആറ്റുകാൽ ക്ഷേത്രം, നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞത് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ബന്ധമുള്ള ആ ചേച്ചിയുടെ മകൾ നിമിഷയെ കൊണ്ടുപോയി അവളിപ്പം തോറാപോകയിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതുവരെ നിരാകരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇത്തരം കേസുകൾ ഈ കോടതിയുടെ മുന്നിൽ വരുമ്പോൾ പുതിയ സംഭവ വികാസങ്ങൾ, അത് ഇന്റലിജൻസ് ഏജൻസിയും പോലീസും മറ്റും സ്ഥിരീകരിച്ചിട്ടുള്ള പുതിയ സംഭവ വികാസങ്ങൾ, സസ്പീഷ്യസ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ കോടതി അത് സ്വാഭാവികം പരിഗണിക്കും. അത് പരിഗണിക്കുന്നത് എൻ്റെയും അഭിലാഷിൻ്റെയും രാഹുൽ ഈശ്വറിൻ്റെയും എല്ലാം തന്നെ നമ്മുടെ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ആർക്കാണ് തെറ്റുപറ്റിയത്, എങ്ങനെയാണ് തെറ്റുപറ്റിയത്, ഏത് രീതിയിലാണ് മതപരിവർത്തനം പലപ്പോഴും നടത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കണം. സത്യത്തിൽ ഞാൻ പറയാം, ഇവിടെ നടത്തുന്ന പല മതപരിവർത്തനങ്ങളും ഇസ്ലാമിന്
ശ്രദ്ധയ്ക്ക് നിരക്കുന്നതല്ല. യാതൊരു തരത്തിലുള്ള പ്രലോഭനത്തിനും പ്രകോപനത്തിനും പുറത്തായിരിക്കലും മതപരിവർത്തനം കൃത്യമായിട്ട് ഇസ്ലാം പറയുന്നുണ്ട്. പക്ഷേ കമലാദാസ് ഉൾപ്പെടെയുള്ള കേസുകൾ നമുക്കറിയാം എന്തൊക്കെ തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായിരുന്നു. പല പെൺകുട്ടികളും ഈ മുസ്ലിം മതത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിച്ച് ഇസ്ലാം മതത്തെ മതം മാറുന്നുണ്ട്. ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടൊന്നല്ല, മറിച്ച് ആ കുടുംബ സാഹചര്യത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യത്തിൽ ഇതല്ല ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഇത് ഇസ്ലാമിക വിരുദ്ധം കൂടിയാണ്. മാത്രമല്ല, ഒരാൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി തിരഞ്ഞെടുക്കുന്നത് പോലെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു മതം തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ടെങ്കിൽ ആ അവകാശത്തിന് SDPIക്കാരനോ RSSകാരനോ അല്ലെ മറ്റാരെങ്കിലോ കത്തിവെക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ നോക്കാനുള്ള ഒരു സമീപനമാണ്. ഒരാൾ ഒരു മതത്തെ മനസ്സിലാക്കി അതിനെ ഉൾക്കൊണ്ട് ആ മതത്തിലേക്ക് ചേരുക എന്നുള്ളതിനെ ആണെങ്കിൽ അതൊരു സ്വാഭാവിക പ്രക്രിയ എന്ന് വിളിക്കാം. അത് സ്വമേധയാ ഉള്ള മതപരിവർത്തനമാണ്. ഇവിടെ ഈ പെൺകുട്ടി ഞാൻ സ്വമേധയാ ആണ് മതം സ്വീകരിച്ചത് എന്ന് അഫിഡവിറ്റ് കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ. അങ്ങനെ സ്വമേധയാ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മതപരിവർത്തനത്തിന് അരങ്ങൊരുക്കാൻ എന്തൊക്കെ സംഭവ വികാസങ്ങളുണ്ടായി. ഇവിടെ കോടതി അതിൻ്റെ ഉത്തരവിൽ തന്നെ നിരീക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ കോടതി ആരാഞ്ഞപ്പോൾ യാന്ത്രികമായി കുറേ അറബിക് വേഴ്സസ് ഇങ്ങനെ പറയുന്നുണ്ട് എന്നുള്ളതല്ലാതെ യാതൊരു കാമ്പുമില്ല, യാതൊരു കഴമ്പുമില്ല എന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. അതായത് ഒരു മതത്തെ പഠിച്ച് ആ മതം സ്വീകരിക്കാം എന്ന് തീരുമാനിച്ച ഒരു സാഹചര്യമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നത് പറയുന്നത് ഞാനല്ല, കോടതിയാണ്. ഇതിന് മുൻപുള്ള ധാരാളം ഉദാഹരണങ്ങൾ എന്തിന് ഈ രാജ്യം വിട്ട് മറ്റിടങ്ങളിലേക്ക് കോൺഫ്ലിക്റ്റ് സോണുകളിലേക്ക് പോകുന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ആസൂത്രിതമായി ഒരു ചട്ടക്കൂടിനകത്ത് നടക്കുന്നതാണ് എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും രക്ഷിതാക്കൾക്ക് ആശങ്ക ഉണ്ടാകും. ആ ആശങ്ക അവർ കോടതിക്ക് മുൻപിൽ ഉന്നയിക്കും. കോടതിക്ക് മുൻപിൽ വരുന്ന എല്ലാ വസ്തുതകളും പരിഗണിക്കണമല്ലോ. ഈ മതപരിവർത്തനം തന്നെ ജെനുവിനാണ് എന്ന് കോടതിക്ക് തോന്നാത്തത് കൊണ്ടാണ് പെൺകുട്ടിയെ വീട്ടുകാർക്കൊപ്പം അയക്കുന്നത്. എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ SDPI പോലെയുള്ള സംഘടനകളൊക്കെ വളരെ ആസൂത്രിതമായി വളരെ സംഘടിതമായി ഇപ്പോൾ ഈ സമരമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്താണ്? ഈ പെൺകുട്ടിയുടെ എല്ലാ തരത്തിലുള്ള നിയമപരമായ ബാധ്യതകളും ഏറ്റെടുക്കാം എന്നുള്ള നിലയിൽ എന്തിന് നിങ്ങൾ സഹായിക്കണം? അഭിലാഷ്, എനിക്കിതിൽ ആശ്ചര്യം തോന്നുന്നത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടി ഞാൻ സ്വമേധയാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്, ഞാൻ പഠിച്ചിട്ടാണ് വന്നത്, ഞാൻ പഠിക്കുന്ന കാലത്ത് കൂട്ടുകാരികൾക്കൊപ്പം നിന്നുകൊണ്ട് ഞാൻ ഇസ്ലാം മതത്തെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തു എന്ന് ആ പെൺകുട്ടി പറഞ്ഞത് മാത്രം പോരാ ഇസ്ലാം ആകണമെന്ന് അഭിലാഷ് പറയുന്നതിന്റെ ഒരു പറഞ്ഞു. കോടതി ഈ മതം മാറ്റം സ്വാഭാവികമായ ഒന്നായി കാണുന്നില്ല. അത് കോടതിയുടെ ഉത്തരവിലുണ്ട്, അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. അതന്നല്ലേ അഭിലാഷ് ഇവിടുത്തെ പ്രശ്നവും. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ 2 ഡിവിഷൻ ബെഞ്ച്, ഒന്ന് VM രവീന്ദ്രന്റെ നേതൃത്വത്തിലും അതേപോലെ തന്നെ ജസ്റ്റിസ് റഹീമിന്റെ നേതൃത്വത്തിലുമുള്ള 2 ഡിവിഷൻ ബെഞ്ച് ഈ പെൺകുട്ടിയെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു. അവിടെയാണ് മോഹനചന്ദ്രൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിലുള്ള ജസ്റ്റിസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഡിവിഷൻ ബെഞ്ച് വിചിത്രമായതെല്ലാം കണ്ടെത്തുന്നത്. അവിടെയാണ് പറയുന്നത് ഇത് ദുരൂഹമാണ് എന്ന്. ഒരു പെൺകുട്ടി 25 വയസ്സുള്ള അഭ്യസ്ത വിദ്യയായ പെൺകുട്ടി ഞാൻ ഇസ്ലാം മതം പഠിച്ചിരിക്കുന്നു, ഞാൻ മതം മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ എന്ന് കാണുന്ന ആ ഒരു കണ്ടെത്തലുണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതാണ് ഞങ്ങൾ സംഘടനകൾ പ്രവർത്തിക്കുന്നു നിരീക്ഷണം കോടതി തന്നെയാണ്. എന്തിന് ഇവിടെ ഈ മതേതരവാദികൾക്ക് പറയാനില്ലേ? ഇത് മതേതരത്വത്തിനെതിരല്ലേ? ഏതെങ്കിലും ഒരു വീട്ടിലെ കുട്ടിയെ ആ കുട്ടി ദുർബലമായ നിമിഷത്തിലോ അല്ലെങ്കിൽ പ്രലോഭനങ്ങൾ വഴിയോ കോയേഴ്സ് ചെയ്തോ മതം മാറ്റുന്നത് ശരിയാണ് എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? നമ്മളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദമാണ്, എല്ലാവരോടും ബഹുമാനമാണ്. അതിൽ നിന്ന് വിഭിന്നമായി ഏതെങ്കിലും ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാനോ പ്രേമിക്കാനോ, നേരത്തെ എൻ്റെ ഓർമ്മ ശരിയാണല്ലോ, അപ്പോൾ അതിൻ്റെ പേര് ഷംസുദ്ദീൻ ആണ്, 2 പെൺകുട്ടികളെ പ്രേമിച്ച അത് ജസ്റ്റിസ് ഹൈക്കോടതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. ഈ 2 കുട്ടികളോടും പ്രണയം നടിച്ച ആ പയ്യൻ പറയുന്നത് നിങ്ങൾ മതം മാറുമെന്നാണ്. എവിടെയാണ് ഈ പ്രണയത്തിനിടയിൽ മതം കയറി വരുന്നത്? കർണാടകയിലെ കേസിൽ ആ പയ്യൻ പെൺകുട്ടിയോട് പറയുന്നത് നീ 1 മാസം മദ്രസയിൽ താമസിക്കൂ, നിനക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ ഇതാണ്. എങ്ങനെയാണ് പ്രണയത്തിന്റെ ദൃഷ്ടാന്തമായി പ്രണയത്തിന്റെ സാധൂകരണമായി മദ്രസയിൽ 1 മാസം താമസിക്കാൻ പറയുന്നത്? അപ്പോൾ ഇത് കൃത്യമായി ഫണ്ട് ചെയ്യപ്പെടുന്നത്. ഇത് എൻ്റെ മാത്രം
മാത്രം വാക്കുകളല്ല, സൂഫി മഹാസഭയുടെ വാക്കുകളാണ്. പെട്രോ ഡോളറുകളാൽ ഫണ്ട് ചെയ്യപ്പെടുന്ന വഹാബി ഐഡിയോളജി ഈ നാട്ടിൽ ഏത് വിധേനയും പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന, കല്യാണം വഴി, പ്രണയം വഴി, ലാൻഡ് ജിഹാദ് അടക്കം വഴി പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഈ കൂട്ടരുടെ പേടി ഇന്റലിജൻസ് ഏജൻസീസും കോടതിക്കും മറ്റുമുണ്ട്. അവർ സ്യൂഡോ സെക്യുലർ അല്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കേസ് വരുമ്പോൾ ആ പശ്ചാത്തലത്തിൽ അവർ കണ്ടാൽ ഒരു കാരണവശാലും കോടതിയെ തെറ്റു പറയുകയില്ല. ശരി, അതാണ് താങ്കളുടെ വാദം. ശ്രീ കെ മുഹമ്മദ് അലി, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ സത്ത കിടക്കുന്നത് അവിടെയാണ്. കോടതി ഉന്നയിച്ചത്, ഞാൻ ആവർത്തിച്ച് പറഞ്ഞല്ലോ, കോടതിക്ക് മതം മാറുന്നതിൽ പ്രശ്നമില്ല, കോടതിക്ക് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിൽ പ്രശ്നമില്ല, അത് അവരുടെ ഭരണഘടനാപരമായ അവകാശമാണ്, ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും കോടതിക്ക് ഒരു തർക്കവുമില്ല. പക്ഷേ കുറേ ദുരൂഹമായ കാര്യങ്ങൾ നടക്കുന്നുവെന്ന് കോടതിക്ക് വാദത്തിനിടെ ബോധ്യപ്പെടുകയാണ്. അങ്ങനെ ദുരൂഹമായി വ്യക്തികളെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളിൽ അങ്ങനെ വളരെ ദുരൂഹമായ ഇടപെടൽ നടത്താനുള്ള സംഘടനാപരമായ സാമ്പത്തികമായ പിന്തുണയും പിൻബലവും എവിടെ നിന്നാണ് കിട്ടുന്നത്? അഭിലാഷ്, യഥാർത്ഥത്തിൽ കോടതിയുടെ ഈ മുൻവിധി തന്നെയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. കോടതി എങ്ങനെയാണ് നിരൂപണം നടത്തുന്നത്? കോടതി തെളിവിന്റെ അടിസ്ഥാനത്തിലല്ല ചെയ്യേണ്ടത്. 3 തവണ കോടതി ഉത്തരവ് പ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി ഈ അന്വേഷണം പല ഘട്ടങ്ങളിൽ നടത്തിയിരിക്കുന്നു. ഇവിടെ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന ഈ ഷെഫിൻ എന്ന് പറഞ്ഞ പയ്യൻ യഥാർത്ഥത്തിൽ വിവാഹം നടത്തിയ ഈ കുട്ടിയുടെ ഭർത്താവ് IS ആണെന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തിയിരിക്കുന്നു. പോലീസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. SDPIക്കാരല്ലോ, മുസ്ലിം ഏകോപന സമിതിയുടെ ആളുകളല്ലല്ലോ. പോലീസ് കൊടുത്ത 3 റിപ്പോർട്ടിലും ഈ പറഞ്ഞ കോടതിയുടെ നിരീക്ഷണം ശരിയല്ല എന്നാണ് യഥാർത്ഥത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ നിർബന്ധ പരിവർത്തനം രാഹുൽ ഈശ്വർ പറഞ്ഞു കൊടുക്കേണ്ടത് ഗർവാപ്പശി നടത്തുന്ന ആളുകളോടാണ്. മുസ്ലിം യുവാക്കളെയും യുവതികളെയും ലവ് ജിഹാദ് മുസ്ലിം കേരളത്തിലെ അന്വേഷണം നടത്തി അങ്ങനെ ഒരു സംഭവം കേരളത്തിലില്ല എന്ന് പറയുന്നത്. അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, തിരിച്ചു വരികയാണെങ്കിൽ പ്രശ്നമാണോ? അതെങ്ങനെയാണ്? അത് ആ ഇരട്ടത്താപ്പ് എങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഒന്നെങ്കിൽ 2 വേണ്ട, അല്ലെങ്കിൽ 2 വേണം. രാഹുൽ ഈശ്വർ അത് നിർബന്ധമായി രാജ്യത്ത് ഒരു പ്രഖ്യാപനം നടത്തി ഞങ്ങൾ നിർബന്ധമായി പിടിച്ചുകൊണ്ടുപോയി മതപരിവർത്തനം വിഷയങ്ങളിലേക്കെല്ലാം പോകാൻ സമയമില്ല. ഇതിപ്പോ ഒരൊറ്റ കേസാണ്, ഹാദിയയുടെ കേസ്. നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത്. തുടരുക. പക്ഷേ രാഹുൽ ഈശ്വർ, കോടതി ഒരു വിധിയിലേക്ക് എത്താനുള്ള ന്യായങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കേണ്ടേ? കോടതി പറയുന്നു, കോടതി വിവാഹം അസാധുവാക്കിയല്ലോ. ഹീസ് ആൻ ആക്റ്റീവ് മെമ്പർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, SDPI. SDPIയിൽ സജീവമായ ആളുകൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ലേ? ഒരിക്കലും ഇല്ല, അങ്ങനെ ആരും പറയുന്നില്ലല്ലോ. അടക്കമുള്ള ഡൂബിയസ് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള സംഘടനകളുണ്ട്. ഇവരാരും ഏറ്റവും നല്ലതാണ്. SDPI ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണല്ലോ. അതേക്കുറിച്ച് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം ലീഗിനെ കുറിച്ച് ആരും ഇത് പറയില്ലല്ലോ. മുസ്ലിം ലീഗിനെ കുറിച്ച് പറയില്ലല്ലോ, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പോലും പറയില്ലല്ലോ. എന്തുകൊണ്ട് SDPIയെ കുറിച്ച് പറയുന്നു? രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമാകാം, താങ്കൾക്കാകാം, എനിക്കുമുണ്ട്. പക്ഷേ പിന്നിൽ തീവ്രവാദത്തിന്റെ ഫണ്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് എന്തായി? രാഹുൽ SDPIക്കാരൻ കല്യാണം കഴിക്കാൻ പാടില്ലേ? അങ്ങനെയാണോ ആരെങ്കിലും പറയുന്നത്? നാളെ ഒരു തീവ്രവാദി കല്യാണം കഴിക്കാൻ പാടില്ലേ? അല്ല, ഇവിടെ സംശയകരമായ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് എന്ന കോടതിക്ക് തോന്നൽ, അത് വളരെ വ്യക്തമായ തോന്നലാണ്. ഇത് ഒരുപാട് കാലമായി പൊതുസമൂഹത്തിൽ ഞങ്ങൾ അടക്കമുള്ള ആൾക്കാർ ഉന്നയിച്ചപ്പോ ഞങ്ങൾ മോശക്കാരാണെന്ന് പറഞ്ഞു. അതിനെ പിൻപറ്റണോ കോടതി? അങ്ങനെ ഒരാൾ SDPIയുടെ മാർച്ചിന് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാൾ SDPIയുടെ സമ്മേളനത്തിന് പോയിട്ടുണ്ട് എന്ന് കരുതി അയാളുമായി ബന്ധപ്പെട്ട ഒരു കേസ് കോടതിയിൽ എത്തുമ്പോൾ കോടതി ഒരിക്കലും ഇതെങ്ങനെയാ മുൻവിധിയാവുന്നത്? ഡൂബിയസ് സംഘടനകൾ വരുമ്പോൾ, ഗ്രേ ഏരിയ ഉള്ള സംഘടനയിൽ വരുമ്പോൾ ആൾക്കാർ ഓവർ കോഷ്യസ് ആവുന്നതിന് സ്വാഭാവികമല്ലേ? നേരെ തിരിച്ച് ഹൈന്ദവ സമൂഹത്തിൽ അഭിനവ് ഈ പെൺകുട്ടിയുടെ അച്ഛന് വേണമെങ്കിൽ അതാകാം. കോടതിക്ക് മുൻപിൽ വരുന്ന പെൺകുട്ടിയല്ല, കോടതി ഏതെങ്കിലും വാക്യൂമിലല്ല കാര്യങ്ങൾ കാണുന്നത്. കോടതി ഒരു കോണ്ടെക്സ്റ്റിലാണ് കാര്യങ്ങൾ കാണുന്നത്. ഈ കോണ്ടെക്സ്റ്റ് മാറി നാളെ ഈ കുട്ടി നാളെ ഈ കുട്ടി ഇന്ത്യ വിട്ട് സിറിയയിലോ ഐസിസിന് വേണ്ടി പോരാടാൻ പോയി ജീവൻ കളയുകയാണെങ്കിൽ ഇതേ കോടതിയെ നിങ്ങൾ അവധാനതയോടെ പെരുമാറുന്നത് ഹൈപ്പോത്തസിസിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനാണോ കോടതി? അവിടെയാണ് അവധാനത. കോടതി മുൻപിലുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. 2 കൊല്ലം കഴിഞ്ഞ് എല്ലാ വസ്തുതകളുടെയും അടിസ്ഥാനത്തിലാണ്. അതെ, 2 കൊല്ലം കഴിഞ്ഞ് സിറിയയിലേക്ക് പോയി കളയുമോ എന്ന് പേടിച്ചാണോ കോടതി വിധി പറയേണ്ടത്? ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പല പെൺകുട്ടികളെയും നിർബന്ധിത മതപരിവർത്തനം ചെയ്തു ഇല്ല. രാഹുൽ ഈശ്വർ, ഞാൻ വേറൊരു വരി കോടതി വിധിയിൽ നിന്ന് വായിക്കാം. He is also one of the administrators of a WhatsApp group, SDPI Kerala, which is a WhatsApp group formed for functioning of a political party. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആയി എന്ന് കരുതി
അതെ. 1,92,000 എന്തായാലും കോടതി ഉത്തരവിൽ അങ്ങനെയാണ് കോടതിക്ക് പറയുന്നത്. തെറ്റിയതാണ്. ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെയോ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയോ അഡ്മിനായി എന്ന് കരുതി ഒരാളുടെ വിവാഹം റദ്ദാക്കാൻ പോയ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മറച്ചു വെച്ച് അതിന്റെ മുമ്പിൽ പറയുന്ന 2-3 കാര്യങ്ങളാണ് പറയുന്നത്. ചില സംഘടനകളെ പൊതുസമൂഹത്തിൽ എല്ലാവർക്കും അവിശ്വാസമാണ്. അത്തരം സംഘടനകൾ പ്രവർത്തിക്കുന്നത് ആ അവിശ്വാസം ഒരു വ്യക്തിയുടെ വിവാഹവും ബന്ധപ്പെട്ട മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട നിർബന്ധിത മതപരിവർത്തനമാണെന്ന് സംശയം തോന്നുമ്പോ ആ കുട്ടിയോട് ചോദിക്കുമ്പോ ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കൂ. ആ മുൻവിധി കോടതിക്ക് ആർക്കാന്നറിയാമോ? വേറൊരു മതത്തിൽപ്പെടുന്ന കുട്ടിയെ മതം മാറ്റാതെ പ്രണയിക്കില്ല എന്ന് പറയുന്നത്, മതം മാറാതെ കല്യാണം കഴിക്കില്ല എന്ന് പറയുന്നവർക്കും ആ മുൻവിധി. അത്ര പ്രണയം ഉണ്ടെങ്കിൽ എന്തിനാ മതം മാറാൻ പറയുന്നത്? കല്യാണം കഴിച്ച മതം മാറിയിട്ടല്ലോ. ഇവിടെ പ്രണയിച്ചല്ല കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് മതം മാറിയതിന് ശേഷം ഇവിടെയാണ് ഇതിലെ അജണ്ട ആൾക്കാർ സംശയിക്കുന്നത്. ഇങ്ങനെ ഒരു അജണ്ട ഉണ്ടോ എന്ന് സംശയിക്കുന്നു. ഷഫീൻ, താങ്കളാണ് കല്യാണം കഴിച്ചത്, പറയൂ എന്താണ് ഇതിലെ അജണ്ട? ദയവ് ചെയ്ത് 3 കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എനിക്ക് അവസരം നൽകണം. ഒന്നാമതായി, എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ടിട്ട് വേറ്റു നിക്കാഹിൽ ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കോടതി നിർദ്ദേശം കൊടുക്കുന്നു അന്വേഷിക്കാൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ സീഡാക്ക്, കേരളത്തിന്റെ സൈബർ വിഭാഗമാണ്, സീഡാക്കിന്റെ റിപ്പോർട്ട് ഇവിടെ കോടതിയിൽ സമർപ്പിച്ചതാണ്. സീഡാക്കിന്റെ റിപ്പോർട്ടുണ്ട്. ഇത് ജെനുവിൻ ആണെന്ന് സീഡാക്ക് റിപ്പോർട്ട് കൊടുത്തതുണ്ട്. ഇത് ഓഗസ്റ്റ് മാസമാണ് ഞാൻ ഇത്തരത്തിലുള്ള പ്രൊപ്പോസൽ വേറ്റു നിക്കാഹിൽ കാണുന്നത്. രണ്ടാമത്തെ മറുപടി, ഈ തീവ്രവാദം, ഭീകരവാദം തുടങ്ങിയ സംഗതികളെക്കുറിച്ചുള്ള ആരോപണത്തിനുള്ള മറുപടി. എൻ്റെ ഭാര്യ സ്വന്തം അച്ഛൻ എഴുതിയ ലെറ്ററുണ്ട്. അതിൻ്റെ അവസാനത്തെ ഒരു 2-3 വരി ഞാൻ വായിക്കാം. അത് തന്നെയാണ് എൻ്റെയും നിലപാട് ഈ വിഷയത്തിൽ. അച്ചായിക്ക് ഞാൻ വീണ്ടും ഉറപ്പു തരാം, ഞാൻ ഒരു ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കും പോകില്ല. എൻ്റെ വിശ്വാസം അങ്ങനെ ചിന്തിക്കുന്നത് പോലും വിശ്വാസത്തിനെതിരാണ്, ഇസ്ലാമിനെതിരാണ്. നമ്മുടെ രാജ്യത്ത് തന്നെ ജീവിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി തന്നെ സേവനമനുഷ്ഠിച്ച് ജീവിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. ഹാദിയ നൽകുന്ന ആ ഉറപ്പ് ഞാനും നൽകുന്നു. കേരളത്തിൽ തന്നെ ജീവിച്ച് ഈ പറഞ്ഞ ഭീകരവാദ തീവ്രവാദ ആരോപണങ്ങൾക്കുള്ള മറുപടി കൃത്യമായി പറയും. മൂന്നാമതായി, എൻ്റെ ഭാര്യയ്ക്കെതിരെയുള്ള ഇത്രയും വലിയൊരു ആരോപണത്തിൻ്റെ വിധി വരുന്ന ദിവസം എൻ്റെ ഭാര്യ ആ കോടതി വിധി പ്രഖ്യാപിക്കുന്ന വേളയിൽ കോടതിയിലില്ലായിരുന്നു, തടങ്കലിലായിരുന്നു. 156 ദിവസം നീണ്ടുനിന്ന തടവിലായിരുന്നു. വിധി പറയുന്ന സമയത്ത് ആരെക്കുറിച്ചാണോ വിധി പറയാൻ പോകുന്നത്, ആരെക്കുറിച്ചാണോ ആരോപിക്കുന്നത്, കേരള ചരിത്രത്തിൽ ആദ്യമായി എൻ്റെ ഭാര്യ ആ സ്ഥലത്ത്, ആ ഒരു ആരോപിക്കപ്പെടുന്ന സ്ത്രീ അവിടെ ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം കേരള ചരിത്രത്തിൽ ആദ്യമായി. ഇതിന് മറുപടി ഉണ്ടോ? ആ കുട്ടി ഹിന്ദു ആയിരുന്നെങ്കിൽ കല്യാണം കഴിക്കൂ. See this, ഹിന്ദു ആണെങ്കിൽ മുസ്ലിം, ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണ്. ഹിന്ദുവാണോ മുസ്ലിം, അതെന്റെ പേഴ്സണലാണ്. ഭരണഘടന എനിക്ക് നൽകുന്ന അവകാശമാണ്. ഞാൻ ചിലപ്പോ ഹിന്ദുവിനെ വിവാഹം ചെയ്യും, ചിലപ്പോ മുസ്ലിമിനെ വിവാഹം ചെയ്യും, ചിലപ്പോ ക്രിസ്ത്യനെ വിവാഹം ചെയ്യും. അതെന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഭരണഘടന എനിക്ക് അറിയുന്ന അവകാശമാണ്. ചിലപ്പോ ഞാൻ കഴിക്കും, ചിലപ്പോ കഴിക്കാതിരിക്കും. അതെന്റെ ചിലപ്പോൾ ഹിന്ദുവിനെ വിവാഹം കഴിക്കും, ചിലപ്പോൾ താല്പര്യമാണ്. ഹാദിയ എന്ന പെൺകുട്ടിക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളും, ആർട്ടിക്കിൾ 21 ആർട്ടിക്കിൾ 14 അടക്കം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന എല്ലാ അവകാശങ്ങളും കിട്ടേണ്ടതാണ്. അത് കിട്ടേണ്ടത് നിയമപരമായ വഴിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതല്ലാതെ ഈ വിഷയത്തെ, ഒരു വ്യക്തി സ്വാതന്ത്ര്യ വിഷയത്തെ സാമുദായിക വിഷയമാക്കുന്നത്, അതിൻ്റെ പേരിൽ കോടതിയിലേക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത്, കോടതിയിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്നത്, ഹർത്താൽ നടത്തുന്നത്, ഇതൊക്കെ നാടിൻ്റെ സമാധാനത്തെ അലോസരപ്പെടുത്താനാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ഇത്തരം വിഷയങ്ങളിൽ മുതലെടുപ്പ് നടത്തുന്ന എല്ലാ ആളുകളും ഇത് സമാധാനം പുലരുന്ന ഒരു നാടാണെന്ന് ഓർമ്മിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി രാഹുൽ ഈശ്വർ, ഹഫീൻ, ഒപ്പം ശ്രീ മുഹമ്മദ് അലി, ശ്രീ ഫക്രുദ്ദീൻ അലി, അഡ്വക്കേറ്റ് ആശ ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.